ശരിക്കും പറഞ്ഞാൽ അത് അവിടെ എത്തി അത് ഫേസ് ചെയ്യുമ്പോഴേ അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ലൈക്ക് ശരിക്കും ഞാൻ ഗിവ് അപ്പ് ചെയ്യണമെന്ന് കുറെ പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്. അവിടെ ആ ക്രെവാസസും ആ ഏണിയൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇപ്പൊ മരിച്ചു പോകും, എന്തായാലും വീഴും, ബാലൻസ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും. പിന്നെ ഐസ് ഫോള് എപ്പോഴും ഈ ആവലാഞ്ചസ് എല്ലാ ദിവസവും നമ്മൾ ആവലാഞ്ച് കണ്ടുകൊണ്ടിരിക്കും. ഉറങ്ങുമ്പോൾ ഇതിങ്ങനെ സമ്മിറ്റ് പുഷിന് പോയി അതിന്റെ ഞങ്ങളുടെ പിറ്റേ ദിവസം വന്ന കുറെ പേര് ആവലാഞ്ചിൽ പെട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഞ്ചേർഡ് ആയിരുന്നു ഈ ഐസ് ഫോളിൽ. ഒരുപാട് പേര് തലേ ദിവസം സബ്മിറ്റ് ചെയ്തിട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ക്യാമ്പ് 2ലേക്ക്. അപ്പോൾ അവിടുന്ന് അവർ പറയാം ദർ ഇസ് എ ഡെഡ് ബോഡി, ഇന്ന് മരിച്ച ഡെഡ് ബോഡി അവിടെ ഉണ്ട്, അയാൾ അവിടെ കിടക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് വിറ്റിട്ട് അതിന്റെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് പോയത്. ശരിയാ, മലയാളിയുടെ ഒരു വലിയ സ്വപ്നമാണ് വീട് വെക്കൽ. ആ സ്വപ്നം വിറ്റിട്ടാണ് ഞാൻ വേറെ സ്വപ്നം. അപ്പൊ ഏത് സ്വപ്നത്തിനാണ് വെയിറ്റ് എന്നുള്ളത് നമ്മൾ പ്രയോറിറ്റീസ്. എന്റെ ഗൈഡ് തന്നെ 7 times എവറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ഇറ്റ് വാസ് അയാൾക്കൊക്കെ ഒരു വെറുതെ ഒരു വാക്ക് ഇൻ ദ പാർക്കായിരുന്നു, ജസ്റ്റ് പെട്ടെന്ന് കയറി ഇറങ്ങുന്നത്. ക്യാമ്പ് 2 അന്ന് രാത്രി കിടന്നുറങ്ങിയപ്പം പിന്നെ കണ്ണ് തുറക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര വേദന, ലൈറ്റ് തട്ടുമ്പോഴേക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, വേദന എടുത്തിട്ട്. പിന്നെ 2 days കണ്ണ് ഫുൾ കാണുന്നുണ്ടായി. ഞാൻ നേരെ ഫോം കൊണ്ടിട്ട് ഹസ്ബൻഡിന് കൊടുത്തു, ഇന്ന എന്റെ ബോഡി എന്താ ചെയ്യുന്നത്. ആ ഹസ്ബൻഡ് പറഞ്ഞു ഒരു കോംപ്രമൈസും ഇല്ല, തിരിച്ചിവിടെ എത്തണം. നമ്മളെല്ലാം ശരിക്കും നല്ല ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് നമ്മള് പോയത്. കാരണം ഒരു പക്ഷെ തിരിച്ചു വരില്ലെന്ന് ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് അവിടെ. വെൽക്കം ടു ടൈം ലൈൻ കോൺവെർസേഷൻ. നമ്മോടൊപ്പം ഇന്നുള്ള ഗസ്റ്റ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത ജഫ്രീന ലത്തീഫാണ്. നമുക്ക് സംസാരിക്കാം. ഈ കഴിഞ്ഞ മെയ് 18 ഒരു ചരിത്രം കുറിച്ച ദിവസം തന്നെയായിരുന്നു ജഫ്രീനക്ക്. നമുക്കൊക്കെ ഒരു ഭയങ്കരമായ ആത്മവിശ്വാസവും അല്ലെങ്കിൽ വളരെയധികം സന്തോഷം തരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. കാരണം ആദ്യത്തെ മലയാളി വനിത, പ്രത്യേകിച്ച് എന്റെ സ്വന്തം നാട്ടിൽ നിന്നും കൂടി, കണ്ണൂരിൽ നിന്നും കൂടി ആയതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. ജഫ്രീനയുടെ പല ഇന്റർവ്യൂസിനും കേൾക്കാൻ സാധിച്ചത് ഒരു കോവിഡിന് ശേഷമാണ് ജഫ്രീന ഈ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റിന് തയ്യാറെടുക്കാന്ന് ആലോചിച്ചത്. എന്തായിരുന്നു ആ ഒരു റീസൺ അങ്ങനെ ആലോചിക്കാനുള്ള? ഇതിനു മുന്നേ നമ്മളൊരു ചെറിയ ട്രെക്സ് ഒക്കെ പോയിട്ടുണ്ട്, 1 day ട്രെക്സ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര പാടായിരുന്നു. ഓക്കെ, പക്ഷെ ആ ടൈമിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കിളിമഞ്ചാരോ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ കോവിഡ് ഹിറ്റ് ചെയ്തപ്പോഴാണ് ശരിക്കും ആ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. എന്തൊക്കെ കാശുണ്ടായിട്ടും എന്തുണ്ടായിട്ടും കാര്യമില്ല, ഹെൽത്ത് ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലായി. എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്. പുള്ളിക്കാരൻ കോവിഡ് ടൈമിൽ ഫുൾ ടൈം ജോലിയിലായിരുന്നു. അപ്പോൾ ഒരു ഓക്സിജന് വേണ്ടി ആൾക്കാർ എന്താ പറയാ കഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ എല്ലാവരും പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട്, പുള്ളിക്കാരൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അന്നേരം നമ്മൾ എടുത്തൊരു തീരുമാനമാണ് നമ്മൾ ഹെൽത്തി ആയേ പറ്റൂ, ബാക്കിയൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഓടിത്തുടങ്ങി. അതുവരെ 100 meter ഒന്നും ഓടാൻ പറ്റില്ലായിരുന്നു, കുറച്ച് വെയിറ്റ് എടുക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അപ്പൊ തന്നെ കിതപ്പും. അതുവരെ നമ്മളിങ്ങനെ സോഫയിലിരുന്ന് നെറ്റ്ഫ്ലിക്സ് കണ്ട്, കോവിഡിന്റെ ആദ്യത്തെ വർഷം അതായിരുന്നു ചെയ്തത്, നെറ്റ്ഫ്ലിക്സ് കണ്ട് പിന്നെ വീട് നന്നാക്കാൻ തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞ് ബോറടിച്ചപ്പോഴാണ് ഓടാൻ തുടങ്ങിയത്. ഓടിയിട്ട് നമ്മളൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, ലൈക്ക് 5 kilometer ഓടാൻ പറ്റി. പിന്നെ നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റ് ഹാഫ് മാരത്തോൺ, ഇങ്ങനെ ഓരോ ടാർഗറ്റ് വെച്ചു. 5 kilometer ഒക്കെ ഓടാൻ പറ്റിയപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ നല്ലൊരു സുഖം തോന്നി, സെൽഫ് ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. എക്സാക്ട്ലി. നമ്മൾ നല്ല രീതിയിൽ ആഹാരം വെറുതെ ജങ്ക് കഴിക്കാതെ നമ്മൾ കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. പിന്നെ ജിമ്മിൽ പോകാൻ തുടങ്ങി. ജിം മെമ്പർഷിപ്പ് അന്നേരം എടുത്തത്, അതിൽ പോകാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു, ഓക്കെ നമുക്ക് കിളിമഞ്ചാരോ ചെയ്തു നോക്കാം. കിളിമഞ്ചാരോ ഒരു എയിമായി വെച്ചപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് കുറെ എന്താ പറയാ ചെയ്തു. അങ്ങനെ കിളിമഞ്ചാരോ പോയി. അപ്പൊ ഫസ്റ്റ് ആ കിളിമഞ്ചാരോയിൽ നിന്നാണ് ഈ ഒരു അതിന്റെ എന്താ പറയണ്ട ഈ ട്രക്കിംഗ് ചെയ്യുന്നതിനുള്ള ഒരു ഹാപ്പിനെസ്സും അല്ലെങ്കിൽ അതിന്റെ ഒരു എൻജോയ്മെന്റ് ഒക്കെ ജഫ്രീന് മനസ്സിലാക്കിയത്. ജഫ്രീന് പറഞ്ഞതുപോലെ കോവിഡിൽ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു. കാരണം അപ്പോഴാണ് ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലായിരുന്നു എല്ലാരും ജിമ്മിനൊക്കെ പോയി തുടങ്ങി. പക്ഷെ ഇങ്ങനെ എവറസ്റ്റ് കയറാനൊന്നും ആരും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ശരിയാണ്, നമുക്ക് എത്രത്തോളം ഹെൽത്ത് ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചപ്പം കിളിമഞ്ചാരോ പോവാൻ തീരുമാനിച്ചു. അപ്പൊ കിളിമഞ്ചാരോ എങ്ങനെയായിരുന്നു അതിന്റെ സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ അത് എത്രത്തോളം ട്രെയിനിങ് ഒക്കെ വേണ്ടി വന്നു? അപ്പൊ കിളിമഞ്ചാരോ നമ്മൾ എന്തായാലും ഈ ഓടാനൊക്കെ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 6 months to 1 year നമ്മള്
സ്വയം ട്രെയിനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ ദിവസവും നമ്മൾ 12-15 കിലോമീറ്റർ നടക്കുമായിരുന്നു. നല്ല ഹാർട്ട് നല്ല ഹൈ ആക്കി വെച്ചിട്ട് നടക്കുമായിരുന്നു. നല്ല എഫക്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ജിമ്മിൽ നമ്മൾ ചെറുതായിട്ട് നമ്മൾ തന്നെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമായിരുന്നു. മെഷീൻസ് യൂസ് ചെയ്തിട്ടും ബോഡി വെയിറ്റ് യൂസ് ചെയ്തിട്ടും ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ കൂടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, 2 ഫ്രണ്ട്സ് ഒരു കപ്പിളും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ജിമ്മിൽ പോകുന്നതും ഈ നടക്കാൻ പോകുന്നതും. ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്തത്. ഫൈനലി കിളിമഞ്ചാരോ പോയി നമ്മൾ 4 പേരും സബ്മിറ്റ് ചെയ്തു. അപ്പോഴാണ് ശരിക്കും നമുക്ക് നമ്മളെ ബോഡീനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുമല്ലോ എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഹിറ്റ് ചെയ്തത്. അതായത് നമ്മളൊരു ഒന്ന് അച്ചീവ് ചെയ്തു എന്നുള്ള ഒരു റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ അവിടുന്നാണോ എവറസ്റ്റിലേക്ക് പോകണം എന്ന് തോന്നി? അല്ല പിന്നെ അതിനു മുമ്പും കുറെ ട്രക്കിംഗ് പോയിട്ടുണ്ടായിരുന്നില്ലേ? അതിനു മുന്നേ ഞങ്ങള് UK പോകുമ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ എത്തണമെങ്കിൽ നമ്മൾ നടന്നു പോയേ പറ്റുള്ളൂ. ലൈക്ക് ഒരു ഹൈറ്റിൽ പോയിട്ടുള്ള വ്യൂ കാണണമെങ്കിൽ അങ്ങോട്ടേക്ക് വണ്ടിയില്ല. അപ്പൊ എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തപ്പം ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മളൊരു ഡേ ട്രക്കിന് പോയി ഒരു ഹാഫ് വേ എത്തിയപ്പോൾ ഞാനും ഹസ്ബൻഡും തീരുമാനിച്ചു നമുക്ക് ഇനി ഇത് അങ്ങോട്ട് പറ്റില്ല, തിരിച്ചിറങ്ങാന്ന് വിചാരിച്ചു. തിരിച്ചിറങ്ങുമ്പോണ്ട് ഒരു സ്ത്രീ 80 വയസ്സുള്ള ഒരു ഇംഗ്ലീഷ് സ്ത്രീ അവര് താഴോട്ടേക്ക് ഇറങ്ങി വരും. അപ്പൊ അവര് വെച്ചാൽ നിങ്ങൾ എവിടെയാ പോകുന്നത്, മേലയിൽ കണ്ടിട്ടില്ലല്ലോ നിങ്ങളെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയില്ല, നമ്മൾ പോവാ. ഒരു ഇത്ര യങ്ങായ നിങ്ങള് പോവാ, ഇത് എന്നെ നോക്ക്, ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ് നിങ്ങൾക്കൊക്കെ ഒരു ഇതും ഇല്ലാതെ ചെയ്യാൻ പറ്റണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നാണക്കേടായി. ഇനിയിപ്പോ താഴോട്ട് ഇറങ്ങുമ്പോൾ അവര് കാണൂലേ, നമ്മൾ മുകളിലോട്ടേക്ക് തന്നെ പോയി. പക്ഷെ വ്യൂ അറ്റ് ദ എൻഡ് വാസ് വർത്ത് ഇറ്റ്. അപ്പൊ അങ്ങനെ അത് നമ്മളൊരു തുടക്കം ആണ് എന്ന് എനിക്ക്. അതായത് അത്രയും ഹൈറ്റിലേക്ക് പോയപ്പോ മാത്രം നമ്മളത് പോയില്ലെങ്കിൽ നഷ്ടമായിരിക്കും എന്നുള്ള ഒരു തോന്നല് നമുക്ക് അവിടെ നിന്നുണ്ടായി. അന്ന് ഫാമിലി ആയിട്ടാണോ നിങ്ങൾ പോയത്? അന്ന് ഞാനും ഹസ്ബൻഡും നമ്മൾ 2 പേരും മാത്രം. മോള് ഹോട്ടൽ റൂമിലാക്കിയിട്ടാ പോയത്, കാരണം അവൾക്ക് നടക്കാൻ തീരെ താല്പര്യമില്ല. ഇത് ഏത് വർഷമായിരുന്നു? ഇത് 2016. 2016. ഓക്കെ. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ട്രെക്കിങ്ങിനോട് അന്നേരം താല്പര്യം ചെറിയ രീതിയിൽ ഇല്ല. അത് നടന്നു പോയാല് എന്റെ ഹസ്ബൻഡ് ഫോട്ടോഗ്രാഫറാണ്. അതിനാണ് നമ്മൾ ഈ പോകുന്നത്. ആ മോളുടെ ഫോട്ടോ എടുക്കാനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ റോഡ് ട്രിപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ മൂപ്പർ ഓരോ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് പോയി ഈ ഫോട്ടോ എടുക്കണം, ഇന്ന സ്ഥലത്ത് പോയി ഈ ഫോട്ടോ എടുക്കണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്, അല്ലാതെ ട്രെക്കിങ്ങിനായിട്ടല്ല പോയത്. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കും. അതായത് ഈ ഒരൊറ്റ ഫോട്ടോന് വേണ്ടി, പക്ഷെ ആ ഒരൊറ്റ ഫോട്ടോ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ സന്തോഷമില്ല. ഓക്കെ. അപ്പൊ ആ 2016 ശേഷം ഈ കോവിഡ് 2020 അതുവരെ പിന്നീട് എത്ര തരത്തിലുള്ള ട്രക്കിംഗ്? ഇതുപോലെ UK നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകും. അപ്പൊ ഇങ്ങനെ ഓരോ ചെറിയ ട്രെക്സ് ചെയ്യും. ഇതന്നെ ഫോട്ടോഗ്രാഫി തന്നെയായിരുന്നു അതിന്റെ മെയിൻ ഉദ്ദേശം, അല്ലാതെ ട്രെക്കിംഗ് ആയിരുന്നില്ല ഉദ്ദേശം. അത് അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്ത് ശീലിച്ചത് കാരണം നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു സാധനമാണ് കിളിമഞ്ചാരോ. കാരണം പണ്ട് മുതലേ ഞാൻ പറയുമായിരുന്നു എനിക്കൊന്ന് അഡ്വഞ്ചറസ് ട്രിപ്പിന് പോകണം, എനിക്ക് ക്യാമ്പിങ് ചെയ്യണം. കാരണം ഞാൻ ഗൾഫിൽ വളർന്ന കുട്ടിയാണ്, 4 ചുമരിന്റെ ഉള്ളിലാണ് ഫുൾ ടൈം വളർന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടേ ഇല്ല. അത് ചെയ്യണം എന്നൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഫൈനലി നടന്നത്. ഓക്കെ. അപ്പൊ ആ കിളിമഞ്ചാരോക്ക് ശേഷം എവറസ്റ്റ് എപ്പോഴാ തീരുമാനം എടുത്തത്? കിളിമഞ്ചാരോ ഏകദേശം 6000 മീറ്ററിന്റെ അടുത്താണ്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞപ്പം നെക്സ്റ്റ് ആഗ്രഹം, ഓക്കെ നമുക്ക് ഇത്ര പറ്റിയല്ലോ, ഇനി നമുക്ക് നെക്സ്റ്റ് ഹയർ മൗണ്ടൻ ചെയ്യണം. അപ്പൊ ഈസിലി ആ ടൈമില് നമുക്ക് കോവിഡ് ടൈമാണ്, സോ സേഫർ ആയിട്ട് തോന്നിയത് ഭയങ്കര കമേഴ്ഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള മൗണ്ടൻസിൽ പോകുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 7 സമ്മിറ്റ്സ് ആണ് കമേഴ്ഷ്യലി ഭയങ്കര എല്ലാവരും ട്രൈ ചെയ്യുന്ന മൗണ്ടൻസ്. 7 സമ്മിറ്റിൽ നെക്സ്റ്റ് ഹയസ്റ്റ് 7000 മീറ്ററിന് അടുത്തുള്ള അക്കോൺകാഗുവ ആണ് അർജന്റീനയിലുള്ളത്. അപ്പൊ അവിടെ പോയി ഇതേപോലെ ഇതും നമ്മൾ സ്വയം ട്രെയിൻ ചെയ്തിട്ട് തന്നെ പോയത്. അത് കിളിമഞ്ചാരോ പോയി 6 മന്ത്സിന് കിളിമഞ്ചാരോ ഇറങ്ങി വരുമ്പോ തന്നെ ഞാൻ അടുത്ത മൗണ്ടൻ പ്ലാൻ ചെയ്തിരുന്നു. 2021 ജൂലൈയിലാണ് പോയത്. ഇപ്പൊ 2021 എൻഡ് ഡിസംബറിലാണ് ഞങ്ങൾ അക്കോൺകാഗുവ പോകുന്നത്. അപ്പൊ അക്കോൺകാഗുവ പോയി സമ്മിറ്റ് അവിടെ എത്തിയപ്പോ തന്നെ നെക്സ്റ്റ് ഹയസ്റ്റ് ഒരു കോൺഫിഡൻസ് ലെവൽ കൂടി ആണ്. അടുത്തത് അത് 8000 ഉള്ളപ്പോ പിന്നെ എന്തായാലും പോകാൻ പറ്റും ആണ്. അപ്പൊ 8000 അല്ല, ഇനി 7 സമ്മിറ്റ്സ് നെക്സ്റ്റ് ഹയർ എവറസ്റ്റ് ആണ്. അപ്പൊ എവറസ്റ്റ് ട്രൈ ചെയ്യണം എന്ന് അന്ന് തീരുമാനം. അന്ന് ഞങ്ങൾ പറഞ്ഞു ഓക്കെ 2 ഇയേഴ്സ്, വിത്തിൻ 2 ഇയേഴ്സ് ഓർ 3 ഇയേഴ്സ് നമ്മൾ ഹാർഡ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് പോവാം എന്ന് പറഞ്ഞു. പക്ഷെ അത് 2-3 ഇയേഴ്സിന്റെ ഉള്ളിൽ നടന്നില്ല. റിയലിസ്റ്റിക്കലി 5 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് നടന്നത്.
ഈ രണ്ടാമത് പോയ സമയത്ത് ഒന്നുകൂടി അത് ഈസി ആയിട്ടാണോ തോന്നിയല്ല കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ആണോ ഉണ്ടായിരുന്നത്? ഇത് മൗണ്ടനോ? എല്ലാ മൗണ്ടനും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഒന്ന് മറ്റേ കിളിമഞ്ചാരോ ഇക്വേറ്ററിലാണ് കിടക്കുന്നത്, അക്കൺകോഗോ സദേൺ ഹെമിസ്ഫിയറിലാണ് കിടക്കുന്നത്. അപ്പൊ രണ്ടിടത്തും ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ ഹിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടായിരുന്നു ഫീൽ ചെയ്യുന്നത്. ലൈക് കിളിമഞ്ചാരോയിൽ നമുക്ക് നല്ലോണം ഓൾട്ടിറ്റ്യൂഡ് ഫീൽ ചെയ്തു, നേരെ മറിച്ച് അക്കൺകാഗോയിൽ അത്ര ഫീൽ ചെയ്തിട്ടില്ല. ലൈക് ഞങ്ങൾ ക്യാമ്പ് 3, അതായത് 6000 മീറ്റേഴ്സിലൊക്കെ ഞങ്ങൾ 3 days ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക് വി സ്റ്റേഡ് ഇൻ ദ ടെന്റ് ദർ, വെതറും നോക്കി നിന്നിട്ട്. ആൻഡ് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. -15, -20 ഒക്കെ ആയിരുന്നു വെതറും, എന്നിട്ടും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. പക്ഷെ നേരെ മറിച്ച് കിളിമഞ്ചാരോയില് സമ്മിറ്റിലൊക്കെ എത്തുമ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്ത്, അത് ഇതിനേക്കാളും താഴെയാണ്, എന്നിട്ടും ഹിറ്റ് ചെയ്ത്. അപ്പൊ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഓരോ മൗണ്ടനും ഡിഫറെന്റ് ആണ്. കിളിമഞ്ചാരോ റോക്കി മൗണ്ടൻ ആണ്, പിന്നെ മുകളിലെത്തുമ്പം സ്നോ ഉണ്ട്, സ്നോവും ഐസും ഉണ്ട്. അക്കൺകോഗോയും ഫുൾ ഒരു എന്താ പറയാ ഗ്രാവലാണ്, ഫുൾ മഡ്, കല്ല്, ചെറിയ ചെറിയ കല്ലും അങ്ങനത്തെ പോലത്തെ ഒരു മൗണ്ടൻ. നടന്ന് കയറുമ്പോൾ ഊരി ഇങ്ങനെ താഴോട്ട് ഒരു സാൻഡ് ഡ്യൂൺസിന്റെ മുകളിലേക്കിട്ട് നടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് അക്കൺകോഗോ ചെയ്യുമ്പോൾ. മുകളിലെത്തുമ്പോൾ കുറച്ച് റോക്സും ഐസും ഉണ്ട്. അവിടുന്ന് ഇതിന്റെ ട്രെയിനിങ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവറസ്റ്റിലേക്ക് പോകാനുള്ള? അക്കൺകോഗോ വന്ന് താഴെ എത്തി തിരിച്ചു വന്ന ഉടൻ തന്നെ നമ്മളൊരു പേഴ്സണൽ ട്രെയിനറെ ഹയർ ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എവറസ്റ്റ് ചെയ്യണം വിത്തിൻ 2 years 3 years അന്ന് പറഞ്ഞത് അയാളുടെ അടുത്ത്. അപ്പൊ അയാൾ ആദ്യം വിശ്വസിച്ചില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ മൗണ്ടൻസ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഓക്കെ, അയാൾ വിചാരിച്ചു എന്നാ പിന്നെ ഇവർക്ക് ബേസ് ക്യാമ്പ് വരെ ഒക്കെ പോകണമായിരിക്കും, അതിനുള്ള ട്രെയിനിങ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അയാൾ കുറെ റിസർച്ച് ഒക്കെ ചെയ്തു. മൗണ്ടനിയറിങ്ങിന് എന്തൊക്കെ ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് അയാൾ വന്നിട്ട് അത് ട്രെയിൻ ചെയ്തു. അതായത് നമുക്ക് സ്ട്രെങ്ത് നല്ല ആവശ്യമുണ്ട്, കോർ സ്ട്രെങ്ത് ആവശ്യമുണ്ട്, പക്ഷെ മസിൽ ബിൽഡ് ചെയ്യാൻ പാടില്ല. കാരണം മസിൽ മുകളിലോട്ട് പോകുന്തോറും ഓക്സിജൻ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യും. മുകളിലോട്ട് പോകുമ്പോൾ ഓക്സിജൻ കുറവാണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ആ മസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അയാൾ പറഞ്ഞു നിങ്ങൾക്ക് മസിൽ ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് സ്ട്രെങ്ത് ആവശ്യമുണ്ട്, പിന്നെ നിങ്ങൾക്ക് എൻഡ്യൂറൻസ് ആവശ്യമുണ്ട്. കുറേ നേരം സെയിം ആക്ടിവിറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എൻഡ്യൂറൻസ് ആവശ്യമുണ്ട്. അപ്പൊ അയാൾ അതിനുള്ള ട്രെയിനിങ്. എന്തൊക്കെ ട്രെയിനിങ് ആയിരിക്കും തന്നിരുന്നത് അന്നേരം? ഭയങ്കര ഫുൾ ബോഡി എക്സസൈസ് ആണ് എല്ലാ ദിവസവും. ഇത് മസിൽ പാടില്ല, പക്ഷെ സ്ട്രെങ്തനിങ് വേണം. നമ്മളെ ഡയറ്റിലും എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ഇതുവരെ ശീലിച്ച ഒരു സാധനേ അല്ല. ഫസ്റ്റ് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഡയറ്റ് എന്തായാലും നിങ്ങൾ ഇത് ചെയ്തേ പറ്റുള്ളൂ. പ്രോട്ടീൻസ് കൂടുതലും കഴിക്കണം, സിമ്പിൾ കാർബ്സ് പറ്റൂല, കോംപ്ലെക്സ് കാർബ്സ് കുറച്ച് കഴിക്കാം, കാരണം എനർജിക്ക് അത് ആവശ്യമുണ്ട്. അതായത് ബ്രൗൺ ബ്രെഡ്, ബ്രൗൺ റൈസ്, റെഡ് റൈസ് അങ്ങനത്തതൊക്കെ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ പ്രോട്ടീൻസ് നല്ലോണം കഴിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓൾറെഡി ആ ചെറിയ മാറ്റങ്ങൾ നേരത്തെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കുഴപ്പമില്ല. നമ്മൾ ഷുഗർ ഫുള്ളായിട്ട് കട്ട് ചെയ്തു. പക്ഷെ ബ്രൗൺ ഷുഗർ ഇടയ്ക്ക് യൂസ് ചെയ്യാൻ ഒരു ബ്രൗൺ. ഫിസിക്കൽ ആക്ടിവിറ്റീസ് എത്ര അവേഴ്സ് ഡെയിലി ചെയ്യുമായിരുന്നു? നമ്മളൊരു വീക്കില് സ്റ്റാർട്ടിങ്ങിലൊക്കെ 3 to 4 days a week അയാളുടെ അടുത്ത് ഒരു 2 hours സ്പെൻഡ് ചെയ്യുമായിരുന്നു. സ്ട്രെങ്ത് ട്രെയിനിങ്ങും കാർഡിയോ, പിന്നെ നമ്മൾ കാർഡിയോ വേറെ ഡേ പോയിട്ട് സ്പിന്നിങ് അങ്ങനെ അതൊക്കെ കാർഡിയോ ആയിട്ട് മാത്രം ചെയ്യുമായിരുന്നു. അപ്പൊ ഇവരുടെ അടുത്ത് ട്രെയിനിങ്ങിന് പോയപ്പോൾ ഫസ്റ്റ് എനിക്കൊന്നും തീരെ മസിലോ തീരെ ശക്തിയോ ഇല്ലാത്ത ഒരാളാണ്. കൈയൊക്കെ പൊന്തിക്കുമ്പോ ഇവിടുന്നൊക്കെ ഇങ്ങനെ തൊല്ലി ഇങ്ങനെ തൂങ്ങി അത്രയും ലൂസ്. അപ്പോ ഫസ്റ്റ് തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ കുറച്ച് ബൾക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അയാൾ പറഞ്ഞു മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ ഇത് ബൾക്കി ആയേ പറ്റുള്ളൂ. പിന്നെ ബൾക്കപ്പ് ചെയ്തതിന് ശേഷം അയാൾ നമ്മൾ മസിൽസ് ഒക്കെ ടോൺ ചെയ്യാൻ തുടങ്ങി. ടോണിങ് നമ്മള് ചെയ്തോണ്ടിരുന്നത് ലെസ് റെപ്സും മാക്സിമം വെയിറ്റും. അപ്പം ടു ഫെയിലിയർ നമുക്ക് ഇതിങ്ങനെ ഓരോ സെറ്റിലും ഇത് കൂട്ടി കൊണ്ടുവന്ന് വെയിറ്റ് കൂട്ടി കൊണ്ടുവന്ന് ടു ഫെയിലിയർ നമ്മൾ അപ്പൊ മാക്സിമം ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റുന്ന അത്ര കഴിയും. അതാകുമ്പോ മസിൽ ബിൽഡിംഗ് ഇല്ല. ഓക്കെ, നമ്മൾ ഒരു പ്രാവശ്യം മാക്സിമം എത്രത്തോളം എടുക്കാൻ പറ്റും അതെടുത്ത് അത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ അടുത്തത് അതിനേക്കാൾ കൂടുതൽ. അങ്ങനെ സ്ട്രെങ്തനിങ് കൂട്ടി കൊണ്ടുവരാ എന്നുള്ളത്. അത് എത്ര നാൾ വരെ ഈ ഒരു സെയിം പ്രൊസീജിയർ? എപ്പോഴും ഒരു 2 to 3 years? ടോട്ടലി 4 years ചെയ്തു. 4 years. അപ്പൊ അതിന്റെ ഇടയിൽ ഇത് ബ്രേക്ക് ആക്കാനോ അല്ലെങ്കിൽ മടുപ്പോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നു? ഇതിപ്പോ നമ്മള് നാട്ടിലോട്ടൊക്കെ വരുമ്പം ഇതൊക്കെ ഒരു ബ്രേക്ക് ആവും. തിരിച്ചു പോയാൽ വീണ്ടും ചെറിയ വെയിറ്റ് തുടങ്ങണം. കാരണം മസിൽ ആ ഒരു 2-3 ആഴ്ച യൂസ് ചെയ്യാൻ ഇരിക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് നമ്മൾ വീക്ക് ആവുന്നുണ്ട്. തിരിച്ചു പോയാൽ ആ ഹൈ മുന്നേ നിർത്തിയ വെയിറ്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. വീണ്ടും
ആ ഇതിലേക്ക് എത്താൻ ഒരു 2 months ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ എവറസ്റ്റ് തന്നെ എയിം നമ്മളെ മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ അത് ബ്രേക്ക് ആയാലും പിന്നെയും വീണ്ടും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നു. നമ്മളെ മെന്റൽ സ്ട്രെങ്തനിങ് എങ്ങനെയായിരുന്നു? അതിലെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ നമുക്ക് തന്നെ കാണാൻ തന്നെ പേടിയാവുന്നു. ശരിക്കും പറഞ്ഞാൽ അത് അവിടെ എത്തി അത് ഫേസ് ചെയ്യുമ്പോഴേ അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ലൈക്ക് ശരിക്കും ഞാൻ ഗിവ് അപ്പ് ചെയ്യണമെന്ന് കുറെ പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്. അവിടെ ആ ക്രെവാസസും ആ ഏണിയൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇപ്പൊ മരിച്ചു എന്തായാലും വീഴും, ബാലൻസ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും. പിന്നെ ഐസ് ഫോള് എപ്പോഴും ഈ ആവലാഞ്ചസ് എല്ലാ ദിവസവും നമ്മൾ ആവലാഞ്ച് കണ്ടുകൊണ്ടിരിക്കും. ഉറങ്ങുമ്പോൾ ഇതിങ്ങനെ കേൾക്കുകയും ചെയ്യും. എപ്പോഴാ ഐസ് ഫോള് അല്ല ആവലാഞ്ച് നമ്മളെ അടുത്ത് എത്താൻ. ഏതോ ക്യാമ്പ് 2 എപ്പോഴും ഐസ് വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. കുംബു ഐസ് ഫോൾ ക്യാമ്പ് 1 എത്തുന്നതിന് മുന്നേ ബേസ് ക്യാമ്പും ക്യാമ്പ് 1ന്റെ ഇടയിൽ ഒരു വലിയ ഗ്ലേഷ്യർ ഇതാണ് ഐസ് ഫോൾ ആണ്. ആ ഐസ് ഫോള് എല്ലാ ദിവസവും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ലൈക് സൺ പുറത്തേക്ക് വരുമ്പോൾ കുറെ സാധനങ്ങൾ ഉരുകി വീഴും, പൊട്ടി വീഴും. ഓക്കെ, നമ്മൾ ആ ഐസ് ഫോള് ക്രോസ് ചെയ്യുന്നത് രാത്രിയാണ്. രാത്രി ഈ ഐസ് കട്ടൊക്കെ കുറച്ചും കൂടെ ഹാർഡർ ആയിരിക്കും. അപ്പൊ നമ്മൾ സേഫ് ആയിരിക്കും. എന്നിട്ട് പോലും നമ്മൾ നടന്നു പോകുമ്പോൾ അതിന്റെ സൈഡിൽ നിന്ന് ഫുൾ പൊട്ടി വീണ് എല്ലാരും തിരിച്ചോടി. പക്ഷെ അവിടുന്ന് നമുക്കൊരു അപകടം കണ്ടാൽ തിരിച്ചു ഓടാൻ പറ്റുന്ന പോലത്തെ സർഫസ് അല്ലല്ലോ. നമ്മളെ കാലില് വലിയ വലിയ ഷൂസ്, ജീവനം കൊണ്ട് ഓടാ. അത് തന്നെ വേറെ ജീവൻ പോലും ആ ഒരു വെയിറ്റ് ഒന്നും നമുക്ക് അങ്ങനെ ഓടാനുള്ളൊരു അങ്ങനെയുള്ളൊരു സർഫസിലല്ലല്ലോ നമ്മളുള്ളത്. നമ്മളെ കാലിലൊരു 1.5 kilo 1 kilo എന്തായാലും വരും ആ ഷൂസും. അതുപോലെ നമ്മൾ വെയറിങ്സും ഒക്കെ ലെയേഴ്സ് ഒരു 4-5 ലെയേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ നമ്മൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും ചെയ്യാനില്ല. കാരണം ഞങ്ങള് സമ്മിറ്റ് പുഷിന് പോയി അതിന്റെ ഞങ്ങളുടെ പിറ്റേ ദിവസം വന്ന കുറെ പേര് അവലാഞ്ചിൽ പെട്ടിട്ട് ഭയങ്കരമായിട്ട് ഇൻജേർഡ് ആയിരുന്നു ഈ ഐസ് ഫോളില്. ഞങ്ങള് ഭാഗ്യത്തിന് അതൊന്നും. നിങ്ങൾ ഈ ട്രെയിനിങ് പീരീഡിൽ ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലാതെ ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മെന്റൽ സ്ട്രെങ്തനിങ്ങിനുള്ള അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നു? ഞാൻ ലാസ്റ്റ് ഇയർ ഞാനൊരു ഡോക്ടറെ കണ്ട്. കാരണം എനിക്ക് എന്താ പറയാ പെട്ടെന്ന് തീരുമാനങ്ങൾ മാറ്റുന്ന സ്വഭാവമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ എത്തിയാലും ഇതേപോലെ തന്നെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരും. അത് അങ്ങനെ. പിന്നെ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയി കരയും. എന്തെങ്കിലും ഭയങ്കര സ്ട്രോങ് ഡെസിഷൻസ് ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രീസ് ആവും. ആ ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഞാൻ ഒറ്റക്കാണ് പോകുന്നത് എന്ന് കൂടെ മനസ്സിലാക്കിയപ്പം അയാൾ ഒരു നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എനിക്ക് കുറച്ച് മെഡിക്കേഷൻസ് തന്നെ. എൻ്റെ ബ്രെയിൻ ഭയങ്കര ഫാസ്റ്റ് ആണ്. അപ്പം യു ഹാവ് ടു സ്ലോ ഡൗൺ, യു ആർ ടേക്കിംഗ് ഡെസിഷൻസ് ടു ഫാസ്റ്റ്. അപ്പൊ അങ്ങനെ എനിക്ക് കുറച്ച് ഒരു മെഡിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ പോയപ്പം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളും ആയിരുന്നു. അത് ആക്ച്വലി ഞാനൊരു 6 months ആയിട്ട് എടുത്തു ആ മെഡിസിൻ. പിന്നെ എവറസ്റ്റ് പോകുമ്പോൾ സൈക്യാട്രിസ്റ്റ് പറഞ്ഞു ഇനി ഇപ്പൊ എടുക്കണ്ട, ബിക്കോസ് ഐ ഡോണ്ട് നോ ഓൾട്ടിറ്റ്യൂഡിൽ അതിന് എന്ത് എഫക്ട് ആയിരിക്കും എന്ന് ഐ ഡോണ്ട് നോ. പിന്നെ അവിടെ പോയി ഞാനൊരു ഈ ഫസ്റ്റത്തെ ആദ്യമായിട്ട് ഈ ഐസ് ഫോളിലേക്ക് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് തോന്നി. കാരണം എത്ര പ്രിപ്പയർഡ് ആണെങ്കിലും അത് അവിടെ ഫ്രണ്ടിൽ കാണുമ്പോഴാണ് അതിന്റെ ഒരു എന്താ പറയാ ഗാംഭീര്യം, ആ ഒരു ഡേഞ്ചറും ഒക്കെ മനസ്സിലാവുന്നത്. ഞാൻ അവിടെ തന്നെ ഫ്രീസ് ആയിട്ട് എന്റെ ഗൈഡിന്റെ അടുത്ത് പറഞ്ഞു ഇനി ഞാൻ പോകുന്നില്ല, ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോകണത്. അങ്ങനെ ഐ ഡോണ്ട് വാണ്ട് ടു ഡൈ ഹിയർ. അയാൾ പറഞ്ഞു നോ ഐ എം വിത്ത് യു, ഞാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഇവിടുന്ന് അനങ്ങുന്നില്ല, എനിക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തിരിച്ച് ബേസ് ക്യാമ്പിലോട്ട് വന്ന് എന്നിട്ട് പിന്നെ അവിടെയുള്ള ഗൈഡ്സ് ഒക്കെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പ്രശ്നം, എന്തുകൊണ്ടാ പോകത്തത്. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് സംസാരിക്കണം, എനിക്ക് തിരിച്ചു വീട്ടിൽ പോകണം. പുള്ളിക്കാരനെ ഫോൺ ചെയ്ത് പുള്ളി പറഞ്ഞു പറ്റില്ല, നിങ്ങക്ക് എന്തായാലും ചെയ്യാൻ പറ്റും, നീ പോകുന്ന പറഞ്ഞു. കുറച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇല്ലെങ്കിൽ തിരിച്ചു വരാലോ എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഗൈഡ്സ് ചോദിച്ചു മെഡിക്കേഷൻസും കാര്യങ്ങളും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു മെഡിക്കേഷൻ ഉണ്ട്. അവർ പറഞ്ഞു റീസ്റ്റാർട്ട് ചെയ്യ്, അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, റീസ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ മെഡിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ പാനിക് അറ്റാക്കും ഇതൊക്കെ പോയി. ഐ തിങ്ക് ഇതും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതെ, അത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് മെന്റൽ സ്ട്രെങ്തനിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ അത് പറ്റില്ല. കാരണം ഇതിൽ കാണുമ്പോ തന്നെ ചെറിയ ഇതൊക്കെ നമ്മൾ കടക്കുന്നത് ചെറിയ ലേഡേഴ്സ്. നമ്മളൊരു ജസ്റ്റ് അലൂമിനിയം ലേഡേഴ്സ് ഒരു സാധാരണ കയറ് കൊണ്ട് കെട്ടിവെച്ച പോലെയൊക്കെ അത് താഴോട്ടേക്ക് നോക്കിയാൽ വീഡിയോയിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സ് വിറക്കുന്നത്. അപ്പൊ അത് ഡയറക്ട്ലി കാണുമ്പോ അത്രയും മെന്റൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ ഒട്ടും പറ്റൂല എന്ന് തോന്നിയത്. എനിക്ക് പാലം ക്രോസ് ചെയ്യുന്നത് പേടിയാ പണ്ട് മുതൽ. അതെ, പ്രത്യേകിച്ച് ഖത്തറിലൊക്കെ ജനിച്ചു വളർന്ന ഒരു പാലം ക്രോസ് ചെയ്യേണ്ടേ വന്നിട്ടുണ്ടാവില്ല. ഈ ചെറുത് മുതലേ പാലം പേടിയാണ്. അപ്പൊ ഞാൻ എന്റെ പാരന്റ്സിന്റെ കൂടെ പണ്ട് ഞാൻ കൊച്ചിയിലായിരുന്നു വളർന്നത്. അപ്പം അവിടെ പാലം എത്തുമ്പോഴേക്കും ഞാൻ നിലത്ത് കിടന്നിട്ട് കരയും. ലൈക്ക്
4-year-old ആയ കുട്ടിയാണ് ഞാൻ. അപ്പൊ ഇവര് വിചാരിക്കുന്നത് എനിക്ക് വാശിയാണ്. പക്ഷെ വലുതായപ്പോഴാണ് മനസ്സിലായത് അത് വാശിയല്ല, പാലം കാണുന്നുള്ള ഫിയർ ആണ്. പണ്ട് മുതലേ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് ഞാനിത് ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പൊ നമ്മള് കുറെ പുള്ളിക്കാരൻ എന്നെ കൊണ്ട് പാലം കിടത്തിയേ പറ്റുള്ളൂ എന്നുള്ള ഫുൾ ഡീസെൻസിറ്റൈസ് ചെയ്ത്. എന്നാലും അവിടെ എത്തിയപ്പം പാലം കാണുമ്പോ ഇങ്ങനെ വിറക്കും, കാൽമന്ന് വിറക്കും, നെഞ്ചിന്ന് വിറക്കും, ശ്വാസം മുട്ടും. പക്ഷെ അത് മെന്റൽ സ്ട്രെങ്ത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്തത്. ഇത്തരത്തിലുള്ള ട്രെയിനിങ് നമുക്ക് മുമ്പേ കിട്ടുമായിരുന്നു. ഇപ്പൊ നമുക്കിപ്പോ എവറസ്റ്റ് പോയിട്ട് ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതിന് അല്ലാതെയാണല്ലോ നമ്മൾ ഈ സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്യുന്നത്. അത്തരത്തിലുള്ള അത് എവിടെ പോയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള? കസാക്കിസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു അവിടെ മെംറ്റോവ ഗ്ലേഷ്യേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഐസ് ട്രെയിനിങ്ങിനായിട്ട് പോയതാണ്. ഗ്ലേഷ്യറിൽ ഐസ് ക്ലൈംബിങ്ങും റോക്ക് ക്ലൈംബിങ്ങും ക്രവാസ് ക്രോസിംഗ് ഇതൊക്കെ പഠിക്കാനായിട്ട് കസാക്കിസ്ഥാനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു 1 വീക്ക് കോഴ്സ് ചെയ്തിട്ട് വന്നത്. ഇതൊക്കെ എവറസ്റ്റ് മുന്നിൽ കണ്ടിട്ട് തന്നെയാണ്. ലൈക്ക് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെയിനിൽ വയഫെറാറ്റ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വയഫെറാറ്റ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ളതാണ്. ലൈക്ക് ആ വയർമേൽ മാത്രം ഇങ്ങനെ ക്രോസ് ചെയ്യലും ഇതൊക്കെ. അത് ഈ ഡീസെൻസിറ്റൈസേഷന്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ പിന്നെ എൽബ്രസ് പോയിട്ടുണ്ടായിരുന്നു. റഷ്യയിലെ, അതായത് യൂറോപ്പിലെ ഹയസ്റ്റ് മൗണ്ടൻ ഇസ് ഇൻ റഷ്യ. റഷ്യന്റെ ജോർജിയന്റെ ബോർഡറിലാണ്. ആക്സസ് ഇസ് ത്രൂ റഷ്യ. അപ്പൊ മൗണ്ട് എൽബ്രസ് അതൊരു സ്നോ കവേർഡ് മൗണ്ടൻ ആണ്. എപ്പോ നോക്കിയാലും വെതർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ഭയങ്കര നെഗറ്റീവ് ടെമ്പറേച്ചേഴ്സ്. അങ്ങനെ എവറസ്റ്റ് ഫുൾ സ്നോ ആണല്ലോ. ഞാൻ പോയ മൗണ്ടൻസ് ഒന്നും സ്നോ ആയിരുന്നില്ല. ആകെ ഈ ഗ്ലേഷ്യർ ട്രെയിനിങ് മാത്രമേ സ്നോ ഉണ്ടായിരുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ എൽബ്രസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി സ്നോ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, പക്ഷെ എന്തായാലും എവറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കിംഗ് ഈ മെയ് മാസത്തില് മെയില് ഇതിൽ കാണുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ട് അങ്ങനെ? വെതർ ആ സമയത്താണോ? എവറസ്റ്റിനുള്ള പെർമിറ്റ് കൊടുക്കുന്നത് ഈ ഒരു മാസം മാത്രമേ ഉള്ളൂ. ഇത് ഹജ്ജിനൊക്കെ പോകുന്ന പോലെയാണ്. ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ എവറസ്റ്റ് പോകണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും ഈ ടൈമിലാണ് അപ്ലൈ ചെയ്യുന്നത്. അവർ കൊടുക്കുന്നത് മാക്സിമം 400 പെർമിറ്റ്സ് പെർ ഇയർ അങ്ങനെ എന്തോ ആണ്. ചില സമയത്ത് അവർ അതിലും കൂടുതൽ. പക്ഷേ 800 to 1000 പീപ്പിൾ പോകുന്ന ഓരോ ആൾക്കും ഒരു ഗൈഡ് ഉണ്ടാവും. ചിലർക്ക് 2 ഗൈഡ് ഉണ്ടാവും, 3 ഗൈഡ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ഓൾടുഗദർ ഇവരെല്ലാരും പോകുമ്പോഴേക്കും ഇപ്പൊ നമ്മൾ പോകുന്ന അന്ന് തന്നെ 400 പീപ്പിൾ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഒരു 120 ക്ലയൻസും പ്ലസ് അവരുടെ ഷെർപ്പ ഗൈഡ്സും. അതാണ് അന്ന് ഞാൻ പോയ ആ ദിവസം ഉണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു ഫിക്സ്ഡ് ലൈനാണ് ഉണ്ടാവുന്നത്. ആ ലൈനിലാണ് എല്ലാവരും മുകളിലോട്ട് പോകുന്നതും പോയി തിരിച്ചിറങ്ങുന്ന ആൾക്കാരും ഇതേ ലൈനിൽ തന്നെ തിരിച്ചിറങ്ങുകയും ചെയ്യണം. ഒരു സേഫ്റ്റി ഒരു റോപ്പ് കെട്ടുന്നതായിട്ട് കണ്ടു. ഒരു കാരബിനർ വെച്ചിട്ട് ഒരു റോപ്പ് ഉണ്ടാവും നമ്മളെ ഹാർനസ് ഈ ഇതിലേക്ക്. അപ്പൊ മുകളിലോട്ട് പോകുന്നവർക്ക് പ്രയോറിറ്റി. താഴോട്ട് ഇറങ്ങി വരുന്നവര് അവരുടെ കാരബിനർ ഊരി ഒരാളുടെ അപ്പുറത്തൂടെ ഇപ്പുറം ക്ലിപ്പ് ചെയ്യണം. രണ്ടും ഒറ്റ റൂട്ടിലാണ് രണ്ടും. അതാ ഈ ട്രാഫിക്കിങ് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ചില സ്ഥലങ്ങളിൽ ഒറ്റൊരാൾക്ക് പോകേണ്ട സ്ഥലമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യേണ്ടി വരും മുകളിലുള്ള ആള് താഴോട്ടേക്ക് ഇറങ്ങി ആ പാത്ത് ഒന്ന് ക്ലിയർ ആവാൻ. അപ്പൊ ഇങ്ങനെ നമ്മൾ ലൈനിൽ നിൽക്കേണ്ടി വരും. നമ്മളിതിങ്ങനെ മുകളിലോട്ടേക്ക് പോകുന്നതാണ് ഈ സ്ലോപ്പ് ഇങ്ങനെ കുത്തനെ കാണുന്ന സമയത്തുള്ളൊരു അന്നേരമുള്ളൊരു താഴ്ന്നു. കൂടെ കുറെ ആൾക്കാരുണ്ടാവുമ്പോ ഒരു ധൈര്യം വരുന്നുണ്ടാ? ഇത്രയും ആളുണ്ടാവുമ്പോ നമുക്ക് നമ്മളെ ഫ്രണ്ടിലെ സ്റ്റെപ്പ് അല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ സ്ലോപ്പ് ഭയങ്കര അല്ല, അതാ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് സ്ലോപ്പ് നമുക്ക് കാണുമ്പോ ആ സ്ട്രെയിറ്റ് സ്ലോപ്പ് എങ്ങനെ, പ്രത്യേകിച്ച് നമ്മൾ ആ ഷൂസും ഒരു ഐസ് സ്കേറ്റിങ്ങിലൊക്കെ പോകുന്നത് പോലെയുള്ള അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്രാംപോൺസ് ആണ്. അപ്പൊ ക്രാംപോൺസ് നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. കാരണം അതിന്റെ ഫ്രണ്ടിലോട്ട് 2 മൊന പോലെ ഇങ്ങനെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ കാല് ചവിട്ടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞങ്ങ് വീഴും. അതിന്റെ കൂടെ മറ്റേ ഐസ് ആക്സ് എന്ന് പറയുന്ന അതും. എവറസ്റ്റിന് നമുക്ക് ഐസാക്സിന്റെ ആവശ്യമില്ല. ഈ എൽബ്രസ് അങ്ങനെയൊക്കെ പറഞ്ഞ മൗണ്ടൻസിനൊക്കെ ഉണ്ട്. പക്ഷെ എവറസ്റ്റിന് ആവശ്യമില്ല. ചില ആൾക്കാർ ക്യാരി ചെയ്യും ഫോർ സേഫ്റ്റി റീസൺ. അഥവാ നമ്മൾ കയറങ്ങാനും പൊട്ടി നമ്മൾ വീണിട്ടുണ്ടെങ്കിൽ ഐസാക്സ് കൊണ്ട് അതിങ്ങനെ കൊത്തിപ്പിടിച്ച് എന്താ പറയാ സെൽഫ് അറസ്റ്റ് എന്ന് അതിന് പറയാം. അതാണ് ഐസാക്സ് കൊണ്ടുവന്നത്. നമുക്ക് ആവശ്യമില്ല. നമ്മള് ഗൈഡ്സിന്റെ കയ്യിൽ പക്ഷെ ഉണ്ട്. അവരൊരു സേഫ്റ്റി പ്രിക്കോഷൻ ആയിട്ട് അവർ ഐസാക്സ് ക്യാരി ചെയ്യും. പക്ഷെ നമ്മൾ ആവശ്യമില്ല. എൽബ്രസ് മൗണ്ടൻ മുഴുവനും നമ്മൾ കയ്യിൽ ഐസാക്സ് ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു നടന്നത്. അത് കുത്തിയിട്ടും അതിന്റെ ഒരു സപ്പോർട്ടോടുകൂടി. കാരണം അത് സ്ലോപ്പാണ്. അവിടെ ഫിക്സ്ഡ് ലൈൻസ് ഇല്ല.
അപ്പൊ നമുക്ക് എപ്പം വേണമെങ്കിലും ഊരി വീഴാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഒറ്റ റോപ്പിന്റെ ബലത്തിലാണോ നമ്മൾ കയറി പോകുന്നത്? അല്ല, നമ്മളെ കോർ സ്ട്രെങ്ത്തിന്റെ ബലത്തിലാണ് കയറി പോകുന്നത്. നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ട് ഒരു സേഫ്റ്റി റീസൺ ആണ് റോപ്പ് ഉള്ളത്. പിന്നെ ചില ഉണ്ട്, ഒരു 90 ഡിഗ്രി വാളൊക്കെ ഉണ്ട്. ഐസ് ഫോളിലൂടെ നടക്കുമ്പോൾ 90 ഡിഗ്രി വാൾസ് ഉണ്ട്, അതിൽ റോപ്പ് താഴ്ത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഈ അസെൻഡർ എന്ന് പറയുന്ന ഒരു സാധനം ഫിക്സ് ചെയ്ത് അത് താഴോട്ടേക്ക് വീഴൂല. ഒന്നിങ്ങനെ മുകളിലോട്ടേക്ക് മൂവ് ചെയ്താൽ പിന്നെ അത് താഴോട്ടേക്ക് മൂവ് ചെയ്യൂല. അപ്പൊ നമ്മൾ അതിൽ പിടിച്ച് തൂങ്ങി നമ്മള് കോർ സ്ട്രെങ്തും വെച്ചിട്ട് വേണം നമ്മൾ മുകളിലോട്ടേക്ക് കയറി പോവാൻ. ഇതാണ് റോപ്പിന്റെ ഇത്. പിന്നെ റോപ്പ് നമുക്ക് വഴി കാണിച്ചു തരാനും. ഓൾറെഡി ഷെർപ്പാസ് നടന്ന് നോക്കി ക്രെവാസസ് എവിടെയാ ഇല്ലാത്തതെന്നൊക്കെ നോക്കി മാർക്ക് ചെയ്ത് ഫിക്സ് ചെയ്ത റോപ്പാണിത്. സോ അതിനാണ് റോപ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ഡെഡ് സോൺ എന്ന് പറയുന്ന സോണും ഉണ്ടല്ലോ മുകളിലോട്ടേക്ക് എത്തുന്ന സമയത്ത്. എന്താ അവിടെ ഓക്സിജൻ തീരെ കുറവായത് കൊണ്ടാണോ അങ്ങനെ? 8000 മീറ്റർ മുകളിലോട്ടാണ് ഡെത്ത് സോൺ എന്ന് പറയാൻ. ഇപ്പൊ 8000 മീറ്റർ കഴിഞ്ഞാല് ഓക്സിജൻ തീരെയില്ല. ഇവിടെ ഉള്ളതിനേക്കാളും 20-30% ഓക്സിജൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ നമുക്ക് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി താഴേന്ന് ബ്രീത്ത് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാവും. കാറ്റൊക്കെയാണ് അകത്തോട്ട് കയറുന്നത്. ബട്ട് ഓക്സിജൻ കണ്ടന്റ് ഇസ് വെരി ലോ. നമ്മുടെ ബ്രെയിൻ ഒക്കെ ഓക്സിജൻ ഡിപ്രൈവ്ഡ് ആവാൻ തുടങ്ങും. നമ്മൾ സപ്ലിമെന്റൽ ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നമ്മളെ ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യെങ്കിലും നമ്മളെ ബോഡീസിലെ സെൽസിന് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ഇടങ്ങാറുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാല് അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇവിടത്തേനേക്കാളും 1/3 അവിടെ ഉള്ളൂ. അത് കാരണം സെൽ ഡിഫ്യൂഷൻ നടക്കില്ല, ഈ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നില്ല. ഈ പൾമണറി എഡിമയൊക്കെ അതുകൊണ്ടാണ്. ആണ്. സെറിബ്രൽ എഡിമയൊക്കെ വരുമ്പോൾ നമ്മള് ഭയങ്കര ഡിസോറിയന്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു എന്തൊക്കെയോ പിച്ചും പേയും പറയല്, ഹാലൂസിനേഷൻ. ഇപ്പം ചൂടെടുക്കുന്നു പറയാം, എത്രയും -40 ചൂടെടുക്കുന്ന എല്ലാം ചാടാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെയാണ് സംഭവിക്കുന്നത്. അതായത് ആ ബ്രെയിനിൽ നടക്കുന്ന ചേഞ്ചസ് കൊണ്ടാണ് ശരിക്കും ഡെത്ത് സംഭവിക്കുന്നല്ലേ. പക്ഷെ നമ്മളത് അറിയുന്നില്ല അത് ചെയ്യുന്നത്. പക്ഷെ നമ്മള് ഗൈഡ്സ് ഫുൾ ടൈം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും കേട്ടോ. അതിനെന്താ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക അവിടുന്ന്? നേരത്തെ ഡിസെന്റ് മാത്രമേ ഉള്ളൂ, അപ്പൊ തന്നെ താഴോട്ടേക്ക് ഇറങ്ങാം. ഭയങ്കര കൂടുതലായാലും ഒന്നും ചെയ്യാനില്ല. നമ്മള് ഒരു ഇന്ത്യൻ അവിടെ സമ്മിറ്റിന്റെ അടുത്ത് മരിച്ച ഒരു ഇന്ത്യൻ ഉണ്ട്, ഞങ്ങളുടെ സെയിം ഡേ മരിച്ച ആളാ. അപ്പൊ ന്യൂസിലൊക്കെ കണ്ടു അയാള് അവിടെ തന്നെ ഇരുന്ന് ഞാൻ ഇനി വരുന്നില്ല എനിക്ക് മതിയായി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു എന്ന്. അങ്ങനെയാണ് ന്യൂസിലുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അയാൾ അറിയുന്നില്ല അയാൾ എന്താ. അതെ, ഇതിന്റെ റീസൺ എന്താന്നുള്ളത് ആർക്കും അറിയില്ല. ആ ഒരു സോണിൽ എത്തുമ്പോൾ ഓക്സിജൻ ലെവൽ കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അല്ലെ? ഇല്ല. നേരിട്ട് കണ്ടിരുന്നോ ഇങ്ങനെ എന്തെങ്കിലും ഉള്ള അപകടങ്ങളൊക്കെ? നമ്മള് മുകളിലോട്ട് പോകുമ്പോ തന്നെ നമ്മള് സമ്മിറ്റിന് വേണ്ടി പോവാൻ ബേസ് ക്യാമ്പിൽ നിന്ന് റെഡി ആകുമ്പോ തന്നെ സമ്മിറ്റിന് പോകാൻ ഞാൻ ക്യാമ്പ് 2 വരെ എത്തി. ക്യാമ്പ് 2 എത്തിയപ്പോ തന്നെ ഒരുപാട് പേര് തലേ ദിവസം സബ്മിറ്റ് ചെയ്തിട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ക്യാമ്പ് 2ലേക്ക്. അപ്പോൾ അവിടുന്ന് അവർ പറയാ ദർ ഇസ് എ ഡെഡ് ബോഡി, ഇന്ന് മരിച്ച ഡെഡ് ബോഡി അവിടെ ഉണ്ട്, അയാൾ അവിടെ കിടക്കുന്നുണ്ട് ക്യാമ്പ് 4ന്റെ മുന്നേ. സംഭവം എന്ന് വെച്ചാൽ അയാൾ ക്യാമ്പ് 4 എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ക്യാമ്പ് 4 നമ്മളൊരു 2-3 മണിക്കൂർ വിശ്രമിക്കും. അയാൾ അതിനു വേണ്ടി കിടന്നൊന്ന് ഉറങ്ങിപ്പോയത്. അയാൾ പിന്നെ എഴുന്നേറ്റില്ല. അയാളാണെങ്കിൽ ഭയങ്കര സീസൺഡ് മൗണ്ടനിയർ ആണ്, ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള മൗണ്ടനിയറും ആണ്, ഒരു ഫിലിപ്പിനോ ആണ്. അപ്പോൾ അയാള് സമ്മിറ്റിന് പോകാൻ വേണ്ടി ഷെർപ്പ പോയി വിളിച്ചപ്പോൾ അയാൾ അനങ്ങിയില്ല, അയാൾ മരിച്ചു. അപ്പം 8000 മീറ്ററിന് മുകളിൽ ഓരോ മിനിറ്റും നമുക്ക് എന്താ പറയാ കടം കിട്ടുന്ന പോലെയാണ്. ലൈക്ക് നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം മുന്നിൽ കണ്ടിട്ട് തന്നെ, അതുകൊണ്ട് അതിന് ഡെഡ് സോൺ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം അല്ലേ. അപ്പൊ ഞാനൊക്കെ ക്യാമ്പ് 4 എത്തുമ്പോൾ ഇയാൾ അവിടെ കിടക്കുന്നുണ്ട്. അയാളെ ടെന്റിൽ നിന്ന് അവര് പുറത്തെടുത്ത് ഒരു ലൈനിൽ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊളുത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ അയാൾ ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന അതേപോലെ തന്നെ കിടക്കുക. ലൈക്ക് അവിടെ ബോഡി ഡീകമ്പോസ് ചെയ്യില്ലല്ലോ, ഇത്രയും ചെറിയ ടെമ്പറേച്ചർ ഭയങ്കര ലോ ആയത് കാരണം. അപ്പൊ അയാളെ മുഖമൊക്കെ അതേപോലെ ഉണ്ട്. അത് അവര് നാട്ടിലേക്ക് എത്തിക്കുക അങ്ങനെയുള്ള സംവിധാനം ഒന്നും ഉണ്ടാവില്ല? ഉണ്ട്, ഭയങ്കര കോസ്റ്റ്ലി ഇതാണ്. ലൈക്ക് 1.5 to 2 crore rupees ഒക്കെ വരും അവരുടെ നാട്ടിലെത്തിക്കാണെങ്കിൽ. അപ്പൊ അത് ഫാമിലി തീരുമാനിക്കണം. കാരണം ഒരു 5-6 ഷെർപ്പ മുകളിലോട്ട് പോയി ഇയാളെ ക്യാരി ചെയ്ത് ക്യാമ്പ് 3 ക്യാമ്പ് 2 വരെ എത്തിക്കണം. കാരണം ഇതിന്റെ മുകളിലോട്ട് ഹെലികോപ്റ്റർ പറക്കില്ല. അങ്ങനെ അതാണ് ഹെലികോപ്റ്ററിൽ റെസ്ക്യൂ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ട് പിന്നെ ഇവരെ കൊണ്ടുപോകുന്നില്ല? അപ്പൊ അതിന്റെ മേലെ വരൂല അല്ലെ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇല്ലാത്തത് കുറവായത് കാരണം ഹെലികോപ്റ്ററിന് അവിടെ പറക്കാൻ പറ്റില്ല. ക്യാമ്പ് 3 വരെ മാക്സിമം, അത് ഭയങ്കര ഡേഞ്ചറസ് ആ ക്യാമ്പ് 3 എത്താന്. അത് പക്ഷെ ഇതുപോലെ ഡെഡ് ബോഡി ഒക്കെ അവര് ക്യാമ്പ് 3 ഒരു ലോങ് ലൈൻ ഇട്ടിട്ട് ബോഡീനെ മാത്രം താഴോട്ടേക്ക് എത്തിക്കും. അവരവിടെ ലാൻഡ് ചെയ്യാതെ വെറും ലൈൻ മാത്രം താഴോട്ടേക്ക് ഇട്ടിട്ട് എത്തിക്കും. പിന്നെ അപ്പം അത് കണ്ടിട്ടുണ്ട്. ഹിലാരി സ്റ്റെപ്പ്
സമ്മിറ്റിന്റെ അടുത്തുള്ള ഒരു റോക്കി സ്ഥലമാണ് ഹിലറി സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അവിടെ ഒരു ബോഡി കിടക്കുന്നുണ്ട്, ഒരു ഡോൺ ക്യാഷ് എന്ന് പറഞ്ഞ ഒരാള്. അയാളുടെ ബോഡി ഒരു 20-25 ഇയേഴ്സ് ആയി. അയാളുടെ തലന്റെ സൈഡിലൂടെയാണ് എല്ലാരും കിടന്നു പോകേണ്ടത്. ആ ബോഡി അവിടെ തന്നെ ഉണ്ട്. ആ ഗിയറും കണ്ണടയും ഒക്കെ ഇട്ടിട്ട്, ഷൂസും ഗ്ലൗസും എല്ലാം ഇട്ടിട്ട് അയാൾ അവിടെ കിടക്കുന്നുണ്ട്. അയാളുടെ ഫാമിലി പറഞ്ഞു ഹി ലവ്സ് ദ മൗണ്ടൻ, അപ്പം അയാൾ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഇപ്പോഴും അവിടെ തന്നെയാണ്. ആ ബോഡി അങ്ങനെ തന്നെ ഉണ്ട്. ഈ 2016 എങ്ങാനും ഇവരൊരു ക്ലീനപ്പ് നടത്തിയിട്ട് ഒരുപാട് ബോഡീസ് ആക്ച്വലി കാണുമായിരുന്നു. ആ ബോഡി ഒരുപാട് ബോഡീസിനെ ഇവര് ആ പോകുന്ന വഴിയിൽ നിന്ന് എടുത്ത് മാറ്റി കുറച്ച് ദൂരമായിട്ട് ചില ബോഡി അങ്ങനെ താഴോട്ടേക്ക് കളയുകയും ചെയ്തു. അപ്പൊ ഇപ്പൊ അങ്ങനെ ബോഡീസിനെ കാണൂല. ഞാൻ ആകെ കണ്ടത് ഞങ്ങളുടെ ഈ സീസണിൽ മരിച്ച 3 ആൾക്കാരുടെ ബോഡി അവിടെ ഉണ്ട്. 2 ഇന്ത്യൻസും ഈ ഒരു ഫിലിപ്പിനും, പിന്നെ ഈ പറയുന്ന ഈ ഒരു അമേരിക്കൻ, ഈ സമ്മിറ്റിന്റെ അടുത്ത് കിടക്കുന്ന ഈ പഴയ ബോഡി. ഇത് മാത്രമേ 4 ബോഡീസ് ആണ് കണ്ടത്. ഞങ്ങളൊക്കെ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഈ ബോഡീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ വിചാരിച്ചു അവിടെ കാണുമ്പം ഒന്നും തോന്നില്ലായിരിക്കും, പക്ഷെ കാണുമ്പോൾ നിങ്ങൾ ഇത് എവറസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഗൈഡിനെ സെലക്ട് ചെയ്യണല്ലോ, അത് ഏത് കമ്പനിയായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്? നമ്മള് സെലക്ട് ചെയ്യാൻ കുറെ റീസൺസ്. ഒന്ന് ഫൈനാൻഷ്യൽ, നമുക്ക് എത്ര അഫോർഡ് ചെയ്യാൻ പറ്റും. ചില കമ്പനീസ് 20 lakhs മുതലൊക്കെ മുകളിലോട്ട് പോകുന്നവരുണ്ട്, അതിലും താഴെയും പോകുന്നവരുണ്ട്. ഭയങ്കര ബെയർ മിനിമം ഫെസിലിറ്റീസ് ഒക്കെ ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് മൗണ്ടനിയർ ആണ്, നമുക്ക് ഒരു പരസഹായം ഒന്നും ഇല്ലാതെ കയറി പോവാൻ ധൈര്യമുള്ള ആളാണെങ്കിൽ അങ്ങനെ ഒരു കമ്പനി ചൂസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും. പക്ഷെ ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്, ജസ്റ്റ് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് മാക്സിമം സേഫ്റ്റിയും ഇതൊക്കെ നോക്കണമായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് ഒരു മനസ്സമാധാനം എന്നുള്ള രീതിയും കൂടെ നോക്കാം. അപ്പൊ നമ്മള് ഏറ്റവും ബെസ്റ്റ്, ഭയങ്കര വില കൂടിയതാണെങ്കിലും കുഴപ്പമില്ല, ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെ പോകാന്ന് വിചാരിച്ചിട്ട് നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്ത് എലീറ്റ് എക്സ്പെർട്ട് എന്ന് പറയുന്ന ഒരു ഫേമസ് മൗണ്ടനിയർ ഉണ്ട്, നിർമ്മൽ പൂർജ എന്ന് പറയുന്നത്. അപ്പൊ അയാളുടെ കമ്പനിയാണ്. അയാള് നേപ്പാൾ ഒറിജിൻ ആണ്, ബട്ട് അയാള് UK സ്പെഷ്യൽ ഫോഴ്സസിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ അവരുടെ ഒരു മോട്ടോ എന്താന്ന് പറഞ്ഞാൽ നോ മാൻ ലെഫ്റ്റ് ബിഹൈൻഡ്. അയാള് ആർമിയാണ്. അപ്പൊ ആർമി മെന്റാലിറ്റി ആണ് അത്, നോ മാൻ ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പൊ അത് നമുക്കൊരു ഭയങ്കര എന്താ പറയാ റിയഷ്യൂറിംഗ് ആണ്. ഹസ്ബൻഡിന് റിയഷ്യൂർ, കാരണം ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നുണ്ട് മുകളിലെത്തി ഷെർപ്പ അബാൻഡൻ ചെയ്ത് തിരിച്ചു വരുന്നു. അപ്പൊ അതൊക്കെ അധികം സംഭവിക്കുന്നത് ഭയങ്കര ലോ പെയ്ഡ് ഗ്രൂപ്പ്സിന്റെ കൂടെ പോകുമ്പോഴാണ് നടക്കുന്നത്. അവർക്ക് ഇവരെ തിരിച്ചുകൊണ്ടുവരാൻ യാതൊരു ഇൻസെന്റീവും ഇല്ല. ഇവരുടെ അടുത്ത് ചിലപ്പോൾ ഇയാളുടെ അടുത്ത് പറയുന്നുണ്ടാവും നിങ്ങൾ തിരിച്ചു വരണം, നിങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പൊ ഇയാള് പറയുന്നുണ്ടോ ഇല്ല എനിക്ക് സബ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എലീറ്റ് എക്സ്പെർട്ടിന്റെ കൂടെ പോയത്. കുറച്ച് നല്ല കാശായി, പക്ഷെ നമ്മളൊരു മനസ്സമാധാനം, ലൈഫാണോ വലുത്. അതെ, ക്യാഷ് നമുക്ക് ഇനി എത്ര ലൈഫ് ബാക്കി ഉണ്ടെങ്കിൽ എത്ര ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ ഇടയിൽ ഒരു ട്രോളോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കമന്റ് ആയിട്ട് അധികം ഇതൊരു ടൂറിസ്റ്റ് ആണ്, എവറസ്റ്റ് ക്ലൈംബിംഗ്, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ആർക്കും പോയിട്ട് വരാം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ കുറെ മെസ്സേജസ് ഞാനിങ്ങനെ ഓരോ പോസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ കാണാം. പക്ഷെ ഇതൊന്നും സത്യമല്ല. അല്ലെ, ഓക്കെ, പൈസ ആവശ്യമുണ്ട്, അതിപ്പോ നമ്മള് സ്പോൺസർഷിപ്പോ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റോ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തണം. അതില്ലാതെ ഇത് പറ്റില്ല. ഇത് ഒരു എക്സ്പെൻസീവ് ഹോബി എന്തായാലും ആണ് ഇത്. അപ്പം എന്താ പറയാ, ഫൈനലി ഇത് നമ്മൾ തന്നെ നടന്നു കയറണം. അവര് നമ്മളെ തലയിൽ വെച്ചിട്ട് കയറാനോ ഒന്നും പോകുന്നില്ല. നമ്മൾ തന്നെ ആ എഫേർട്ട് ഇടണം. ഈ പേടിയൊക്കെ ഓവർകം ചെയ്യുന്നത് നമ്മൾ തന്നെ, അവരൊന്നും ചെയ്യാനില്ല. അവർ നമ്മൾ ഗൈഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും അല്ല, അവര് നേരത്തെ പോയ ഒരാളായത് കൊണ്ട് മുമ്പോട്ട് എങ്ങനെ നടക്കണം എന്നുള്ളത് മാത്രം നമ്മളെ ഗൈഡ്, ബാക്കിയെല്ലാം നമ്മൾ സ്വന്തം തന്നെ. അയാള് ഫ്രണ്ടിലോട്ട് പോകും, എന്നിട്ട് വാന്ന് പറയും. അത്ര നമ്മളെ ലോഡ് പോലും നമ്മൾ തന്നെയല്ലേ ക്യാരി ചെയ്യേണ്ടത്. അതായത് മുകളിലോട്ട് ഈ ക്യാമ്പ് 2ന്റെ മുകളിലോട്ടേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഓക്സിജൻ ടാങ്ക് ഉണ്ടാവും ബാഗില്, 3 ലിറ്റർ വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മള് ബാഗിന്റെ ഒരു വെയിറ്റ്, കുറച്ച് സ്നാക്സ്, ഫുഡിന്റെ ഒക്കെ വെയിറ്റ് എല്ലാം കൂടെ ഒരു 10 കിലോസിന് അടുത്ത് ബാഗിന് വെയിറ്റ് വരും. ഇതൊക്കെ ക്യാരി ചെയ്തിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. അവരൊന്നും ക്യാരി ചെയ്ത് തരില്ല. ഒരു പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ഇതിന്റെ കൂടെ പോയാൽ നമുക്കൊരു എക്സ്ട്രാ ഷെർപ്പിനെ വെച്ച് അവരെ കൊണ്ട് എല്ലാം ക്യാരി ചെയ്യിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഓക്സിജൻ ടാങ്ക് നമ്മൾ തന്നെ ക്യാരി ചെയ്യണം. ഇതുണ്ട് എന്തായാലും 5 to 6 kilos. ഈ എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്? നമ്മളിത് എവറസ്റ്റ് പ്ലാൻ ചെയ്തപ്പോഴേ ഇതിന്റെ ഇതൊക്കെ നോക്കിയിരുന്നു. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അന്നേരം കണ്ടതാണ്. നമ്മള് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് വിറ്റിട്ട് അതിന്റെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് പോയത്. മുന്നേ ഞാൻ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് വിറ്റിട്ടാ പോയത്. പക്ഷെ ആക്ച്വലി അത് ഓക്കെ, നമ്മള് ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ട് വാങ്ങിച്ചൊരു വീടായിരുന്നു ബാംഗ്ലൂര്. നിക്കാൻ വാങ്ങിച്ചതൊന്നുമല്ല.
ബട്ട് അപ്പൊ തന്നെ എല്ലാം എനിക്ക് കമന്റ്സ് ഞാൻ വായിച്ചു. കോൺട്രവേഴ്സി കമന്റ്സ് ഞാൻ കണ്ടു. അല്ല പക്ഷെ വീട് വിറ്റിട്ടായാലും പോകണം എന്റെതൊക്കെ ആഗ്രഹം. അങ്ങനെയല്ല, ശരിയാ, മലയാളിയുടെ ഒരു വലിയ സ്വപ്നമാണ് വീട് വെക്കൽ. ആ സ്വപ്നം വിറ്റിട്ടാണ് ഞാൻ വേറെ സ്വപ്നം. അപ്പൊ ഏത് സ്വപ്നത്തിനാണ് വെയിറ്റ് എന്നുള്ളത് നമ്മുടെ പ്രയോറിറ്റീസ്. അല്ല, അത് ജഫ്രീനയുടെ സ്വപ്നം ജഫ്രീനയെ തീരുമാനിക്കേണ്ടത്, അല്ലാണ്ട് മറ്റുള്ളവര്, അതും മറ്റുള്ളവർക്കാണ് അവരുടെ വീട് സ്വപ്നം എന്നുള്ളത്. നമ്മളതൊന്നും ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ വനിത ജഫ്രീനെ ആവാൻ തന്നെ കാരണം എന്താ, ജഫ്രീനൊക്കെ ആ ഡിസിഷൻ ഉള്ളത് കൊണ്ടാണ്. എല്ലാവർക്കും വീടുണ്ടാവും, പക്ഷെ എവറസ്റ്റ് കയറാൻ പറ്റൂലല്ലോ. അപ്പൊ അതവിടെ ആ കമന്റ്സിനൊന്നും ഒരു റോളും ഇല്ല. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇത് മൗണ്ടൻ കയറി വരുമ്പം വേസ്റ്റ് ഗാർബേജിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് എന്തായിരുന്നു അവിടെ അതിന്റെ ഡിഫിക്കൽട്ടീസ്? ആക്ച്വലി ക്യാമ്പ് 4 മെയിൻലി ഈ വേസ്റ്റ് വല്ലാതെ കിടക്കുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മള് ക്യാമ്പ് 4 തിരിച്ചിറങ്ങുമ്പോൾ ഒന്ന് കുറെ ആൾക്കാർ എക്സോസ്റ്റഡ് ആയിട്ടാണ് തിരിച്ചിറങ്ങുന്നത്. അപ്പൊ ഒരുപാട് ചില ആൾക്കാർ ഒരുപാട് ഓക്സിജൻ ടാങ്ക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടാവും, 10-15 ഓക്സിജൻ ടാങ്ക്സ് ഒക്കെ. ഇതൊക്കെ അവിടെ ക്യാമ്പ് 4 കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇവരുടെ ഈ ഒരു ഷെയർപ്പൊക്കെ ഇത്രയും സാധനങ്ങൾ താഴെ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ഓക്സിജൻ ടാങ്ക്സും കുറെ ഈ അവിടുത്തെ ഹാർഷ് വെതർ കാരണം കീറിപ്പോയ ടെന്റ് ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതിപ്പോ കുറച്ച് വർഷമായിട്ട് കിടക്കാം. പക്ഷെ നമ്മൾ എലിടെക്സ്, ഞാൻ പോയ ടീം ഉണ്ടല്ലോ, അവര് ബിഗ് മൗണ്ടൻ ക്ലീനപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അവര് മുകളിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതേപോലെ പറ്റുന്നതൊക്കെ എക്സ്ട്രാ വേറെ ആൾക്കാരുടെ വേസ്റ്റ് ഒക്കെ എടുത്ത് കൊണ്ടുവരും. പിന്നെ അതുപോലെ നമ്മള് ക്യാമ്പ് 2 വരെ നമുക്ക് ക്യാമ്പ് 2 മാത്രം ഒരു ടോയ്ലറ്റ് ടെന്റ് ഉള്ളൂ. ക്യാമ്പ് 2 മുകളിലോട്ട് നമ്മള് പൂപ്പ് ചെയ്യുന്നതൊക്കെ പൂപ്പ് ബാഗിലാണ്. ഇത് നമ്മളെ ബാഗിൽ തന്നെ ഇട്ട് തിരിച്ച് താഴെ കൊണ്ടുവന്ന് താഴെ ഡിപ്പോസിറ്റ് ചെയ്യണം. ഇതൊന്നും അവിടെ പറ്റില്ല. സോ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ തിരിച്ചു വരുമ്പോ 1 കിലോ ഗാർബേജ് എടുത്തിട്ടൊക്കെയാണ് തിരിച്ചു വരുന്നത്. അപ്പൊ അത് ചില ആൾ ഈ ഗാർബേജ് അവിടെ തന്നെ തള്ളി വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. ചെറിയ ചെറിയ ടീംസ് ആയിട്ട് പോകുന്നത്, അതായത് വലിയ കമ്പനീസ് അല്ല, ചെറിയ കമ്പനീസ് ചിലപ്പോൾ അവർക്ക് ഇത്രയും താഴെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഇത് മുകളിലോട്ട് എത്തിക്കുന്നത് കുറച്ച് ട്രിപ്സ് എടുത്തിട്ടാണ്. പക്ഷെ താഴെ വരുമ്പം ഒരു പക്ഷെ വെതർ മോശമായിട്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇറങ്ങി വരുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വരുന്ന വേസ്റ്റ് ആണ് അവിടെ ഉള്ളത്. ഈ ടെന്റ് ഒക്കെ നിങ്ങൾ കൂടെ ക്യാരി ചെയ്യണോ, അല്ലാതെ നേരത്തെ ഫിക്സ് ചെയ്യും? നേരത്തെ കുറച്ച് പോർട്ടേഴ്സ് മുകളിൽ പോയി അത് ഫിക്സ് ചെയ്യും. ഓക്കെ. എന്നിട്ട് ഓരോ ക്യാമ്പിലേക്ക് പോകുമ്പോഴും അവിടുന്ന് ഇവിടുന്ന് ഊരി മുകളിലോട്ട് പോകും. അവര് പെട്ടെന്ന് നടക്കും. നമ്മളെ പോലെയല്ല. നമ്മള് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മള് ടെന്റ് അവര് പാക്ക് ചെയ്ത് എന്നിട്ട് അവര് പോയി അവിടെ ഫിക്സ് ചെയ്യും. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അത് റെഡി ആയിരിക്കും. ഓക്കെ. ഈ ഒരു ടെന്റിൽ കൂടെ എത്ര ആൾക്കാരുണ്ടാവും? അല്ല നിങ്ങൾ മാത്രമാണോ ഉണ്ടാവുക? രണ്ട് പേര് മിനിമം ഉണ്ട് ഓരോ ടെന്റിലും. കാരണം ഹൈ ഓൾട്ടിറ്റ്യൂഡില് സേഫ്റ്റി റീസണും കൂടിയാണ്. നമ്മള് പെട്ടെന്ന് കിടന്ന് ശ്വാസം മുട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ കൂടെ ഉള്ളത് നല്ലതാണല്ലോ. എന്തെങ്കിലും മെഡിക്കൽ ടീംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ സമയത്ത്? ബേസ് ക്യാമ്പിൽ ഒരു വലിയ മെഡിക്കൽ ഇതുണ്ട്. പിന്നെ നമ്മളെ ഗൈഡ്സ് ഒക്കെ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് ട്രെയിൻഡ് ആണ് എല്ലാവരും. അതൊക്കെ അവരുടെ ബാഗിൽ ഫസ്റ്റ് എയ്ഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോയ ഗ്രൂപ്പിന്റെ ഗൈഡ്സ് എല്ലാവരും ഇന്റർനാഷണലി സർട്ടിഫൈഡ് ഗൈഡ്സ് ആണ്. അവർ ഇന്റർനാഷണൽ, അതായത് സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയി ഗൈഡിങ് സർട്ടിഫിക്കറ്റ്, മൗണ്ടനിയറിംഗ് ഗൈഡിംഗ് ഒക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്റെ ഗൈഡ് തന്നെ 7 times എവറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ്, അയാൾക്കൊക്കെ വെറുതെ ഒരു വാക്ക് ഇൻ ദ പാർക്കായിരുന്നു. ജസ്റ്റ് പെട്ടെന്ന് കയറി ഇറങ്ങുന്നത്. അപ്പൊ എന്താ പറയാ, അയാൾ അധികവും ഓക്സിജൻ പോലും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ചിറങ്ങുമ്പം ക്യാമ്പ് 4 താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ അയാൾ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ഓക്സിജൻ എവിടെ? അപ്പൊ പറയാ, ഐ എം കീപ്പിംഗ് ഇറ്റ് റിസർവ് ഫോർ യു. എനിക്ക് വേണ്ടിയിട്ട് അയാൾ അത് വെക്കായിരുന്നു. കാരണം എനിക്ക് സ്നോ ബ്ലൈൻഡ്നെസ്സും ഫ്രോസ്റ്റ് ബൈറ്റും ഒക്കെ വന്നിട്ട് അത് എന്താ പറയാ, സെൽഫ്ലെസ് ആയിട്ട് അയാൾ, അതായത് നമ്മളെ ക്ലയന്റിന് അത്രയും ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുപോലെ വേറൊന്ന് ജഫ്രിന്റെ ഇതിൽ കണ്ടത്, ആ സന്തോഷത്തില് ഗ്ലാസ് ഒക്കെ ഊരി, അപ്പൊ കണ്ണിനൊക്കെ കുറച്ച് ബേണൊക്കെ പറ്റിന്നൊക്കെ കണ്ടു. അപ്പൊ നമ്മൾ അത്രയും ട്രെയിൻഡ് ആയി, അല്ലെങ്കിൽ 3-4 വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അവിടെ എത്തുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ ആ ഹാപ്പിനെസ് ആണ് ശരിക്കും നമ്മളെല്ലാം മറന്നുപോയി ആ പോയിന്റില്. അതായിരിക്കോ, അതുകൊണ്ടാണോ നമ്മളെ അങ്ങനെ സംഭവിച്ചത്? നമുക്കറിയാലോ ഇതൊന്നും ഊരാൻ പാടില്ല, നല്ലോണം അറിയാം. എന്നിട്ടും പക്ഷെ എന്താ പറയാ, സ്നോ ഫോൾ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അങ്ങനെ ഈ ഓക്സിജൻ മാസ്ക് ഉണ്ടല്ലോ, അതിലൂടെ കണ്ണട ഫോഗി ആവാനും തുടങ്ങുന്നു. അത് കാരണമാണ് ഞാൻ ഊരിയത്. ഇപ്പൊ ക്ലിയർ ആയിട്ടെല്ലാം കാണാൻ വേണ്ടി. പിന്നെ ഊരിയപ്പോ പിന്നെ തിരിച്ചു വെക്കാൻ തോന്നില്ല, കാരണം അത്രയും നല്ല ബ്രൈറ്റ് ആയിട്ടെല്ലാം കാണുന്നു.
പിന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പം ഈ ഓക്സിജൻ മാസ്ക് ഊരി വെച്ചത് കൊണ്ടുകൂടി എനിക്ക് തലയിലേക്ക് ഓക്സിജൻ കുറവായതാണ് എനിക്ക് ഹലുസിനേഷൻ ചെറുതായിട്ട് വന്നു. ഭയങ്കര ഡിസി ആയി, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. കളേഴ്സ് ഇങ്ങനെ ഫ്ലാഷ് ഓഫ് കളേഴ്സ് ഒക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പം തിരിച്ച് കണ്ണട വെച്ചില്ല, കാരണം എനിക്ക് ഓൾറെഡി ഡിസിയാ, ഒന്നും കാണുന്നില്ല, കണ്ണട വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗൈഡ് കുറെ പറഞ്ഞില്ല കണ്ണട വെച്ചോ. ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണ് കാണുന്നില്ല, ഞാൻ വീണു പോകും. എന്നിട്ട് കണ്ണട വെക്കാതെയാണ് ഞാൻ ക്യാമ്പ് 2 വരെ എത്തിയത്. അപ്പോഴേക്കും ക്യാമ്പ് 2 അന്ന് രാത്രി കിടന്നുറങ്ങിയപ്പം പിന്നെ കണ്ണ് തുറക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര വേദന, ലൈറ്റ് തട്ടുമ്പോഴേക്കും കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, വേദന എടുത്തിട്ട്. പിന്നെ 2 days കണ്ണ് ഫുൾ കാണുന്നുണ്ടായിട്ട്. അപ്പം അത് റിക്കവർ ആവും എന്നൊക്കെ തോന്നിയിരുന്നു. അവര് പറഞ്ഞു സ്നോ ബ്ലൈൻഡ്നെസ് ഒരു 3 daysനുള്ളിൽ എന്തായാലും റിക്കവർ ആവും നോർമലി. അപ്പൊ 2 days കഴിഞ്ഞിട്ടാണോ പിന്നെ അടുത്ത താഴേക്ക്? ഇല്ല, ഒരു 1 day കഴിഞ്ഞിട്ട് എന്നെ ഹെലികോപ്റ്ററിൽ ഇവാക്യുവേറ്റ് ചെയ്തു. കാരണം കണ്ണാണത്തോണ്ട് ഐസ് ഫോൾ ഒന്നും എന്തായാലും ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇവാക്യുവേറ്റ് ചെയ്ത് അവിടെ ലുക്ല എന്ന് പറഞ്ഞ അവിടെ ആ സ്ഥലത്ത് ഒരു ഹോസ്പിറ്റൽ 1 day എക്സ്ട്രാ കിടന്നു. ഫുൾ കണ്ണ് കെട്ടിയിട്ടാ കിടന്നത്. അതും കഴിഞ്ഞ് അടുത്ത ദിവസമാണ് കാത്മണ്ഡു എത്തുന്നത്. അവിടുന്ന് ഹെലികോപ്റ്ററിൽ തന്നെ പോയത് കണ്ണാണത്താറ്. ലുക്കില് നമ്മളെ എയർപോർട്ടിൽ ഇവിടത്തേക്കല്ലേ നമ്മള് പോർട്ടില്. ഓക്കെ, നമ്മൾ കുറച്ച് പേഴ്സണൽ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഫാമിലി ആരൊക്കെയുണ്ട്? ഒരു മോളുണ്ട്, ആളിപ്പോ 15 years ആവും, 10th പോവാ. പിന്നെ ഹസ്ബൻഡ് സർജൻ ആണ്, ഷമീൽ മുസ്തഫ, അവിടെ ഖത്തറിലാണ്. പിന്നെ ഉമ്മയും ഉപ്പയും, ഞാനാണ് മൂത്ത ആള്. എനിക്ക് 2 സിസ്റ്റേഴ്സും 1 ബ്രദറും ഉണ്ട്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ആയിരിക്കും കൂടുതൽ. കാരണം കൂടെ രണ്ടുപേരും ഒരു കപ്പിൾ എന്നുള്ള എനിക്ക് തോന്നുന്നു 2 എത്തിയിരുന്നെങ്കിൽ ആദ്യത്തെ കപ്പിളായി മാറിയാനെ. എത്താൻ പറ്റിയില്ല. അപ്പൊ ഏറ്റവും സപ്പോർട്ടീവായിട്ട് ഹസ്ബൻഡ് ആയിരിക്കും കൂടെ ഉണ്ടായിട്ടുണ്ടാവുക. ഭയങ്കര ഹെൽപ്പായിരുന്നു അത്. കാരണം എനിക്ക് ആരെയും കൺവിൻസ് ചെയ്യേണ്ട വന്നിട്ടില്ല. അവര് ആരെങ്കിലും എന്നെ ചോദ്യം ചെയ്യാൻ വരുമ്പോ ഫസ്റ്റ് അവര് ചോദിക്കാം, ഓ ഷമീല് സപ്പോർട്ടാണ്, ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ. ആരെങ്കിലും എന്തെങ്കിലും ഒരു എതിർത്തുണ്ടോ പോകുമ്പോ പേടി കൊണ്ട്? അല്ലാണ്ട് വേറെ ഒന്നും അല്ല, എല്ലാവർക്കും പേടിയാണ്. കാരണം ഒരു ലൈഫ് വെച്ചിട്ടുള്ള എന്തിനാന്ന് വെറുതെ എന്നുള്ളത്. അത് ഉമ്മ എപ്പോഴും ഭയങ്കര പ്രശ്നമായിരുന്നു. എല്ലാ ദിവസവും അവിടെ നിന്നൊക്കെ ഫോൺ ചെയ്യുമ്പോ എല്ലാ ദിവസവും പറയും, മതി തിരിച്ചു വന്നോ ഇങ്ങനെ പറയും. ഈ ബേസ് ക്യാമ്പ് എത്തിയില്ല, ഇനി ഒന്നും പ്രൂവ് ചെയ്യണ്ട, വാ തിരിച്ചോ. ക്യാമ്പ് 2 ഇനി ഒന്നും ചെയ്യുന്നില്ല, വാ തിരിച്ചോ. എല്ലാ ദിവസവും പറയും. ഓൾറെഡി ഞാൻ ഇങ്ങനെ വക്കില നിക്കുന്നത്, തിരിച്ചു പോയാലോ. അതിന്റെ കൂടെ ഇതും കൂടെ കേൾക്കുമ്പോ ഭയങ്കര എന്താ പറയാ, ഒരു ഡീമോട്ടിവേറ്റഡ് ആണ്. പക്ഷെ അതിന്റെ കൂടെ അതിലും മേലെ ആയിരിക്കും ഇദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ. പിന്നെ ഞാൻ ഈ ട്രിപ്പിന് സൈനപ്പ് ചെയ്യുമ്പോൾ അവര് നമുക്ക് ഒരു ഫോം അയച്ചു തരും. ആ ഫോമില് ചോദിക്കും ബോഡി എന്താ ചെയ്യേണ്ടത്, അതിനുള്ള കൺസെന്റ് ഫോം. ബോഡി നിങ്ങൾക്ക് നേപ്പാളിൽ ലീവ് ഇറ്റ് വേർ ഇറ്റ് ഈസ്, അവിടെ തന്നെ വെക്കണോ, അതല്ല നിങ്ങൾക്കൊരു $10,000 കൊടുത്തിട്ട് നേപ്പാളിൽ താഴെ ഇറക്കി നേപ്പാളിൽ തന്നെ ക്രിമേറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു $50,000 കൊടുത്തിട്ട് നിങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുവരണോ. ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഞാൻ നേരെ ഫോം കൊണ്ടിട്ട് ഹസ്ബൻഡിന് കൊടുത്തു, ഇന്ന എന്റെ ബോഡി എന്താ ചെയ്യുന്നത്. ഹസ്ബൻഡ് പറഞ്ഞു ഒരു കോംപ്രമൈസും ഇല്ല, തിരിച്ചുവിടെത്തണം. ബോഡിയായിട്ട് വേണ്ട, ജീവനോടെ തിരിച്ചുവിടെത്തണം, എന്താണെങ്കിലും തിരിച്ചുവിടെത്തണം. പിന്നെ എന്റെ മോളൊക്കെ നമ്മളെല്ലാം ശരിക്കും നല്ല ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് നമ്മള് പോയത്. കാരണം ഒരു പക്ഷെ തിരിച്ചു വരില്ലെന്ന് ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് അവിടെ. അപ്പൊ മോള് തന്നെ ലാസ്റ്റത്തെ ഒരാഴ്ച എന്റെ കൂടെ വന്നിട്ട്, മോം ദിസ് ഈസ് ദ ലാസ്റ്റ് ടൈം വി വിൽ ബി ടുഗദർ മേ ബി, അപ്പൊ നമുക്ക് ലെറ്റ്സ് ഡു തിങ്സ് ടുഗദർ. അങ്ങനെ ഞാനും ബേക്ക് ചെയ്യായിരുന്നു, ചിത്രം വരയ്ക്കുമായിരുന്നു, സ്കൾപ്റ്റിങ് ചെയ്യായിരുന്നു. കാരണം എനിക്ക് ബേക്കിംഗ് കുറച്ച് സ്കൾപ്റ്റിംഗ് ഒക്കെ അറിയാം. അപ്പൊ അവൾ ഇതുവരെ അത് പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ രണ്ടാളും ലാസ്റ്റ് ദിവസങ്ങളിൽ ഇരുന്നിട്ട് കഷ്ടപ്പെട്ട് ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ അത്രയും പ്രിപ്പയർഡ് ആയിട്ടാണ് പോയത് അല്ലെ? എങ്ങനെ ഫ്രണ്ട്സ് ഇവരൊക്കെ എന്ത് പറയുന്നു? ഫ്രണ്ട്സ് ഒക്കെ ആദ്യമൊക്കെ ഭയങ്കര ലൈക്ക് പോണോന്ന് ചോദിക്കും. പിന്നെ ലാസ്റ്റ് ആയപ്പോ അവരായിരുന്നു ഏറ്റവും വലിയ ചിയർ ലീഡേഴ്സ്. പോയേ പറ്റൂ, എവറസ്റ്റ് എന്തായാലും സഫ്രീൻ തക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് ഉന്തി പറഞ്ഞത്. പിന്നെ പോകുമ്പോഴൊക്കെ ഫുൾ ഭയങ്കര മോട്ടിവേഷണലായിരുന്നു. പിന്നെ അവിടെ പോയാലും ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ഭയങ്കര നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ജഫ്രീന ആദ്യത്തെ മലയാളി, ഇതിപ്പോ 2025 ആണ്. എനിക്ക് തോന്നുന്നു 1953 തൊട്ടിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും 25 ആയിട്ടും നമ്മള് ഒരു മലയാളി ലേഡി ആദ്യമായിട്ട് എത്തുന്നത് 25 ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ മലയാളി സ്ത്രീകൾക്ക് ഇപ്പോഴും ഒന്നും പറ്റുന്നില്ല എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടി. അപ്പൊ അത്തരം സ്ത്രീകളോട്, ഇത്തരം സ്വപ്നങ്ങളുള്ളവരോട് എന്താ ജഫ്രീനൊക്കെ പറയാനുള്ളത്?
ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് എത്താൻ പറ്റുന്നുള്ള? എന്തായാലും ജഫ്രീനാക്കും അത്തരം കുറെ സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഇതൊരു ഈസി വേ അല്ല എന്തായാലും. ആക്ച്വലി എനിക്ക് പറയാനുണ്ട്, ഈ വർഷം 4 മലയാളി സ്ത്രീകളായിരുന്നു മൗണ്ട് എവറസ്റ്റ് ചെയ്യാൻ പോയത്. അതില് ഞാനും പിന്നെ രണ്ടാമത് ഒരു ശ്രീഷ എന്ന് പറഞ്ഞിട്ട് അവളും കോൺകർ ചെയ്തു. ബാക്കി ഒരാള് വെതർ കാരണം തിരിച്ചുപോയി, ഒരാള് ഹെൽത്ത് റീസൺ കാരണം തിരിച്ചുപോയി. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും വളരെ മൈന്യൂട്ടാ നമ്പർ. ശരിക്കും അത് ഭയങ്കര എന്താ പറയാ, നമ്മൾ ആലോചിക്കേണ്ട ഒരു ഇത് തന്നെയാണ്. എന്തുകൊണ്ട്? കാരണം തമിഴ്നാടിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും എല്ലാം ലേഡീസ് പോയിട്ടുണ്ട്, എവറസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രം എന്തുകൊണ്ട് ഇതുവരെ ആരും പോയില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു റീസൺ തന്നെയാണ്. ഒന്ന്, നമ്മളെ സൊസൈറ്റി പെണ്ണുങ്ങൾ ഇങ്ങനത്തെ ഓരോ സ്പോർട്സ് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതായിരിക്കാം. പിന്നെ ഫൈനാൻസ് ഒരു റീസൺ ആയിരിക്കാം. നമ്മളെ പ്രയോറിറ്റീസ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കാം മറ്റുള്ള സ്റ്റേറ്റ്സ് വെച്ചിട്ട്. എനിക്ക് പറയാനുള്ളത്, ആർക്കും എന്ത് ഡ്രീം, എത്ര വലിയ ഡ്രീം ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ എവറസ്റ്റ് എന്നുള്ള ഒരു പ്ലാൻ ഇട്ടപ്പോൾ തന്നെ എനിക്ക് അതൊരിക്കലും ഒരു ഇമ്പോസിബിൾ ഡ്രീം ആയിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ ചുറ്റുള്ള ആൾക്കാർക്ക് അത് തോന്നിയിട്ടുണ്ടാവും, എവറസ്റ്റ് നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ, ആ ഒരു രീതിയിൽ അവർ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു ഇറ്റ് വാസ് എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം നമുക്ക് എന്തൊരു വലിയ ഡ്രീം ഉണ്ടെങ്കിലും നമ്മൾ തന്നെ വിശ്വാസം ഉണ്ടാവണം. പിന്നെ 2, അതിനൊരു നല്ലൊരു റീസൺ ഉണ്ടാവണം, ഒരു സ്ട്രോങ് റീസൺ. കാരണം ഇടക്ക് എപ്പോഴും ഒരുപാട് റോഡ് ബ്ലോക്സ് ഉണ്ടാവും, അപ്പോഴൊക്കെ നമുക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നാം. അന്നേരം ഈ ഒരു സ്ട്രോങ് റീസൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഒരു പക്ക റീസൺ എന്തായാലും ഉണ്ടാവണം എന്താണെങ്കിലും. പിന്നെ 3, എനിക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ സപ്പോർട്ടിനുണ്ടെങ്കിൽ അത് അത്രയും നല്ല, കുറച്ചുകൂടി ബെറ്റർ ആവും. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, എല്ലാരും വെറുപ്പിച്ചിട്ടൊക്കെ പോവാം. പക്ഷെ ആ ഒരു വിജയത്തില് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടാവൂലായിരിക്കും. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത് അറിയില്ല. റെബൽ ചെയ്തിട്ടൊക്കെ പോവാം, എല്ലാരെയും വെറുപ്പിച്ചിട്ട് പോവാം. പക്ഷെ ഒരു സപ്പോർട്ടിന് ഒരാളുണ്ടെങ്കിൽ ഡിഫറെന്റ് ആണ്. ആ ഒരു എൻവയൺമെന്റ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇത് 3 എനിക്ക് തോന്നുന്ന ഒരു എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ 3 കാര്യങ്ങളായത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളി വനിതകൾ ഈ സ്പോർട്ടീവ് ഐറ്റംസിലേക്ക് അധികം അത്ര പോപ്പുലർ അല്ല. മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിൽ നോക്കുമ്പോൾ, ജഫ്രീനയും പറഞ്ഞു ഞാനും ആദ്യം അങ്ങനെയുള്ള ആളൊന്നുമല്ല, ഖത്തറില് സാധാരണ 4 ചുവരില്. അപ്പം ആ ഒരു ഡിഫറെന്റ് ആയ ഒരു മേഖലയിലേക്ക് വരുമ്പം പിന്നീട് അതിന് ഇഷ്ടപ്പെടാനും ഉണ്ടായ ഒരു കാരണം എന്താ, അതിലേക്ക് എത്തിപ്പെട്ടത്? ഇപ്പൊ തീരെ നമ്മൾ ഒരു ബന്ധമില്ലാത്തൊരു മേഖലയിലേക്ക് വരുമ്പം പിന്നീട് അതിനോട് ഇഷ്ടം ഉണ്ടായല്ലോ. അത്തരം മേഖലയിലേക്ക് വരാത്തതാണല്ലോ മലയാളി വനിതകൾ ഇതിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞു. അപ്പൊ അതിലേക്കുള്ള ഒരു ഇഷ്ടം എങ്ങനെയായിരുന്നു? ഞാൻ പറയുന്നത് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം എന്തിനോടെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്, അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്ത് ഹോബി ആണെങ്കിലും അത് എത്ര ഹാർഡാണെന്ന് തോന്നിയാലും ഒന്ന് ട്രൈ ചെയ്ത്. ചിലപ്പോൾ നിങ്ങളെ സന്തോഷം അതിലായിരിക്കാം, നമുക്കറിയില്ല. ഞാനൊരു ഹോബി സ്കിപ്പ് ചെയ്യുന്ന ആളാണ്. ഒരു ഹോബിയിൽ ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യും, എല്ലാം അതിൽ ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ അത് മടുക്കും, അടുത്ത ഹോബിയിലേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ യാദൃശ്ചികമായിട്ട് എത്തിയതാണ് മൗണ്ടനിയറിങ്. അതില് ഇത്ര ഉയരത്തിലെത്താൻ പറ്റിയതിൽ അഭിമാനമുണ്ട്. അത്ര. അപ്പൊ എല്ലാവരോടും പറയാനുള്ളതും അവരവരെ ഹോബി എന്താണെന്ന് കണ്ടുപിടിക്കുക, അതിലേക്ക് നമ്മൾ സന്തോഷമായിരിക്കുമ്പോഴാണ് നമ്മളെ ചുറ്റുള്ള ആൾക്കാരൊക്കെ സന്തോഷം ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ഫ്രസ്ട്രേഷൻ എല്ലാവരുടെ മേത്ത് തീരും. ജഫ്രീനയുടെ ഹസ്ബൻഡ് ഷെമീൽ ജനറൽ സർജനും കൂടിയാണ്. ജഫ്രീന എല്ലായിടത്തും പറയുമ്പം എനിക്കൊരു ബോൺ സപ്പോർട്ട് ഷെമീലായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഷെമീലിന് എന്താണ് ജഫ്രീനയുടെ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ പറയാനുള്ളത്? I'm very proud. Okay. And I'm very happy for her. ഇത് ചെയ്യണം എന്നുള്ളൊരു ഒരു ഐഡിയ, ഈ ഒരു ഹോബിയുടെ സ്പാർക്ക് സഫ്രീനയുടെയാണ്. കാരണം പെട്ടെന്ന് നമ്മൾ ഇത് ബക്കറ്റ് ലിസ്റ്റിൽ ഇടുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരെണ്ണം ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നിച്ചിട്ട് തന്നെ ബാക്കി എല്ലാ മൗണ്ടൻസും ചെയ്യുന്നു. ഈവൻ ഇവറസ്റ്റ് നമ്മൾ ഒന്നിച്ചിട്ട് ഫസ്റ്റ് ഒരു കപ്പിളായിട്ട് അവിടെ സമ്മിറ്റിൽ എത്തണം എന്ന് വിചാരിച്ചതായിരുന്നു. ഈ ഫസ്റ്റ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇതൊന്നും ബാക്ക്ഗ്രൗണ്ടിൽ അറിയുന്നില്ല. ബിക്കോസ് ഈ ബാക്കി എല്ലാ മൗണ്ടൻസും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു ക്ലൈംബിംഗ് പ്ലഷർ അതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊന്നും ഇതിന്റെ ഒരു ഡീറ്റെയിൽസും ഉണ്ടാവത്തില്ല, നമ്മൾ മുന്നേ കയറിയതിന്റെ ഒന്നും. ആക്ച്വലി ഇതിന് ട്രെയിൻ ചെയ്തതെല്ലാം നമ്മൾ ഒന്നിച്ചിട്ട് തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എവറസ്റ്റ് ഫസ്റ്റ് 2024 പോകാനായിരുന്നു നമ്മുടെ പ്ലാന്.
അത് കഴിഞ്ഞ ആ സമയത്ത് എനിക്ക് ഒരു ഇഞ്ചുറി ഉണ്ടായി കൈക്ക്. അത് കാരണം നമ്മളത് ഒരു വർഷത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ 2025 അതേമാതിരി ഡിസിഷൻ എടുക്കുന്നതിന്റെ തലേന്നാണ് എനിക്ക് കാലിനൊരു ട്രെയിനിങ് ഇഞ്ചുറി ഉണ്ടായി. അതുകൂടെ കണ്ടപ്പോൾ സഫ്രി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ഞാൻ പൊക്കോട്ടെ, കാരണം ഈ ലൈഫ് സ്റ്റൈല് ഈ ട്രെയിനിങ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരണമെങ്കിലും കുറെ നല്ല പാടാണ്. ഈ ഒരു വർഷം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്. ആൻഡ് ബോത്ത് ഓഫ് us വെർ ഫിറ്റ്. ഇപ്പം സഫ്രീന ആ ട്രെയിനിങ് ഇഞ്ചറി ഇല്ലെങ്കിൽ വി വർ ബോത്ത് ഫിറ്റ് ആക്ച്വലി. അപ്പൊ അത് വേസ്റ്റ് ചെയ്യേണ്ട, ദിസ് ഇസ് ദ റൈറ്റ് ടൈം തീരുമാനിച്ചിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. നമ്മൾ രണ്ടുപേരെത്തണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ നമ്മൾ ആരെത്തിയാലും ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് അസ് ആക്ച്വലി. ആ ഒരു രീതിയിലാണ് സഫ്രീൻ ഇപ്രാവശ്യം പോയത്. അതിന് ഇപ്പൊ പോവാതിരുന്നതിന് റിഗ്രറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫിസിക്കലി ആ സാധനം അച്ചീവ് ചെയ്ത് it's not that, it's the journey which actually matters. So I'm very happy സഫ്രീന ആ ഒരു ഡിസിഷൻ എടുത്തതും ഒറ്റയ്ക്ക് പോവാന്നുള്ള ഒരു ഐഡിയ മുന്നോട്ട് വെച്ചതും അത് വെച്ചിട്ട് പോയി. she came back, that's the main thing. I'm very happy she came back. So that's what I feel. ജഫ്രീനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ കുറെ കമന്റ്സ് വരുന്നുണ്ട്. അതെപ്പോഴും ഒരു ഹസ്ബൻഡിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവരോടൊക്കെ എന്താ പറയാനുള്ളത് നമ്മളെ സൊസൈറ്റി? It's very awkward to be honest. ഇപ്പം അത് കൂടുതൽ നമുക്ക് വരുന്നത് മലയാളീസ്, പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അറിയാവുന്ന ഫ്രണ്ട്സ് ഇവരൊക്കെ, എസ്പെഷ്യലി മലയാളീസ്. ആദ്യം തന്നെ എനിക്കാ മെസ്സേജ് അയക്കുന്നത്, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ സച്ച് എ ഗുഡ് ഹസ്ബൻഡ് ഫോർ ലെറ്റിംഗ് ഹെർ ഡു. I mean, why should Safrina take my permission to do this? This അത് അങ്ങനൊരു I don't think we have to be in that ആ ഒരു കോൺസെപ്റ്റിലോ ഇതിൻ്റെ അകത്തൊന്നും. പിന്നെ ആൻഡ് ഐ തിങ്ക് നമ്മുടെ കൂട്ടത്തിലുള്ള സ്ത്രീകള് they don't actually need permissions. They only need support. And that's the same thing for a man. There's no difference. Nobody needs permissions. They only need support to achieve great things. And ആ ഒരു എൻവയോൺമെന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും നമ്മുടെ ഈ സ്റ്റേറ്റിൽ നിന്നൊക്കെ മെനി ഗ്രേറ്റ് തിങ്സ് വിൽ ഹാപ്പൻ. കുറെ പേര് ചോദിച്ചു ഇത് എങ്ങനെ സഫ്രീൻ അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായിരുന്നു ഫീൽ എന്നുള്ളത്. വി ഹാവ് കണക്ഷൻ. ഈ ബേസ് ക്യാമ്പിലൊക്കെ നമുക്ക് ഇന്റർനെറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ സഫ്രീന ആദ്യം റൊട്ടേഷൻ ക്യാമ്പ് 3 വരെ പോയിട്ട് തിരിച്ചു വരുന്നതും അത് കഴിഞ്ഞിട്ട് ഈ സമ്മിറ്റിന് പോകുന്നതും നമുക്ക് ഒരു കണക്ഷനും ഇല്ല. സോ നമുക്ക് ആകെക്കൂടെ ഉള്ളത് സഫ്രീനയുടെ കയ്യിൽ ഗാർമിൻ മെസ്സഞ്ചറിന്റെ ഒരു ഡിവൈസ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെബ്സൈറ്റിൽ അവരെല്ലാ 2 മിനിറ്റോ 10 മിനിറ്റോ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു മാപ്പിൽ ഈ ഒരു പോയിന്റ് മൂവ് ചെയ്യുന്നതാണ് എനിക്ക് അവളുമായിട്ടുള്ള ആകെക്കൂടുള്ള കണക്ഷൻ. സോ ഷീ ഈസ് ദെയർ, ഐ നോ ഷീ ഈസ് സേഫ്. അതിന് കാരണമാണ് നമ്മൾ ഈ സ്പെസിഫിക് കമ്പനിയൊക്കെ സെലക്ട് ചെയ്ത് പോയതൊക്കെ. പക്ഷെ ഈ ഒരു പോയിന്റ് മൂവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ടെൻഷനാണ്. അപ്പൊ ഞാനിപ്പം ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിനെ നോക്കുന്നതിന്റെ ഇടയ്ക്ക് ഇതെടുത്തിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഇതെങ്ങനെയാ മൂവ് ചെയ്യുന്നത്. നമ്മള് സഫ്രീന പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്രേസി 8 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോ എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം നമ്മൾ ഒന്നിച്ചിട്ടായിരിക്കുന്നത്, ഇത് നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. ആ ഒരു ഫീലിംഗ് ഒരു വല്ലാത്ത ഒരു ടെൻഷനും ഇതൊക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ സമ്മിറ്റിന്റെ അന്നോ അല്ലെ റൊട്ടേഷൻ സമയത്തൊന്നും നമ്മൾ ആരും ഉറങ്ങിയിട്ടില്ല. നമ്മളെല്ലാരും ഈ ഒരു പോയിന്റ് നോക്കിയിട്ടിരിക്കുകയാണ്. ഇത് സ്ലോ ആണ്, ഇനി ഇത്ര ഉണ്ട്, ഇനി അത്ര ഉണ്ട്. അപ്പോ ഐ ഗോട്ട് എ ഫീലിംഗ് ലൈക്ക് നമ്മളെല്ലാരും ഒന്നിച്ച് കയറിയ മാതിരിയുള്ള ഒരു ഫീലിംഗ് ആണ്. ഈ മെസ്സേജ് നോക്കുമ്പോൾ നമ്മളും അതിന്റെ കൂടെ പോകുന്നു എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ നമ്മുടെ അവിടെയുള്ള ഖത്തറിലുള്ള ഫ്രണ്ട്സ് they were my biggest support system ഈ ഒരു ക്രൈസിസ് മൂമെന്റ് അകത്ത്. അപ്പോൾ അതും എടുത്ത് പറയാതെ വയ്യ. കാരണം ഐ തിങ്ക് ഇറ്റ് ഡിപ്പെൻസ്. നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് നമ്മുടെ ഒരു വേവ് ലെങ്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ we can all motivate each other. Maybe we don't have to do the same thing. എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നതാണെങ്കിലും we can all motivate each other and നമുക്ക് ഏതൊക്കെ ഡ്രീംസ് ഉണ്ടെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിന് ശേഷം എങ്ങനെയുണ്ട് എല്ലാവരുടെയും നല്ലൊരു ഗുഡ് ഫാമിലി അല്ലെങ്കിൽ റോൾ മോഡൽ ഫാമിലി അങ്ങനെയുള്ള ഒന്നും കൂടി സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റിയിട്ടില്ലേ? ഉണ്ട്, എല്ലാവരും പറയുന്നുണ്ട് യു ആർ എ ഗുഡ് ഹസ്ബൻഡ് ഇതൊക്കെ. പിന്നെ പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ആ ഒരു രീതിയിൽ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പിന്നെ ലൈക്ക് ഫാമിലി ഈസ് എ ജേർണി.
ഇറ്റ്സ് നോട്ട് എ പ്ലേസ് വെയർ യു എസ്റ്റാബ്ലിഷ് ഒരു ഞാനാണ് ഇതിന്റെ ലീഡർ അല്ലെങ്കിൽ ഇയാളാണ് ഇത് ലീഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇതല്ല. ഇറ്റ്സ് എ ജേർണി യു ഡു ടുഗെദർ. കമ്പാനിയൻഷിപ്പ്. It's a companionship. So it's okay that both of the husband and wife have different priorities, different dreams. അത് ഓക്കെയാണ്. ഡിഫറെന്റ് പേഴ്സൺ ഓൾസോ. This is a different person and ഏറ്റവും നല്ലത് രണ്ടുപേരും അവരുടെ സ്വന്തം ഇൻഡിവിജ്വൽ ആയിട്ടിരിക്കുന്നതാണ്. അപ്പോഴും നമ്മുടെ രണ്ടുപേരുടെ ജീവിതം ഭയങ്കര റിച്ച് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരാൾക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും, മറ്റേയാളുടെ ഇഷ്ടത്തിന് വേണ്ടി ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സന്തോഷവും എക്സ്പീരിയൻസും ഡബിൾ ആവുക ചെയ്യുന്നത്. രണ്ടുപേരും അവരവരുടെ സ്വന്തം ഹാപ്പിനെസ്സും സ്വന്തം പ്രയോറിറ്റീസും ഒക്കെ ചേസ് ചെയ്യുമ്പം, പക്ഷെ അത് ഒന്നിച്ച് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പോ ആ ഒരു ഐ വാസ് വെരി ലക്കി. ഐ ആം വെരി ലക്കി. നമുക്ക് അങ്ങനെയുള്ളൊരു ഡൈനാമിക് ഉള്ളതുകൊണ്ട് എന്റെ ഒരു ക്രേസി ഐഡിയക്കും സഫ്രീന നോ പറയത്തില്ല, സഫ്രീനയുടെ ഒരു ക്രേസി ഐഡിയക്കും ഞാൻ നോ പറയത്തില്ല. കാരണം ആ ജേർണി നമ്മളും എൻജോയ് ചെയ്ത് അങ്ങ് പോവുക ചെയ്യുന്നത്. ദാറ്റ്സ് ഹൗ വി റോൾ. ഒരു വുമൺ ക്ലൈംബർ എന്ന നിലയിൽ 40 to 50 days ആണ് നമുക്ക് ഇതിനെടുക്കുന്നത്. അപ്പം അന്നേരം പ്രത്യേകിച്ച് മെൻസ്ട്രുവേഷൻ ഒക്കെ എന്തായാലും 1 month ഉണ്ടാവും. അത്തരം ഡിഫിക്കൽട്ടീസ് ഒക്കെ എങ്ങനെയാ ഓവർകം ചെയ്തത്? 55 days ആണ് ഇതിന് ആവറേജ് ടൈം എടുക്കുന്നത്. പിന്നെ അപ്പൊ എന്തായാലും പീരിയഡ്സ് എന്തായാലും ഉണ്ടാവും. ചെറിയ മൗണ്ടൻസിനൊക്കെ പോകുമ്പോൾ നമ്മൾ പീരിയഡ്സ് ഒന്നിക്കെ നേരത്തെ ആക്കാൻ നോക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ഡിലേ ചെയ്യാൻ. പക്ഷെ ഈ ഇതിന് നമുക്ക് അങ്ങനെ ചെയ്താൽ നമുക്ക് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓൾറെഡി ഓൾട്ടിറ്റ്യൂഡ് കാരണം നമ്മുടെ ബോഡി ഭയങ്കര സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഹോർമോൺസും കൂടെ നമ്മൾ ഇത് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാ എഫക്റ്റ് ചെയ്യാൻ. സോ വി ഡോണ്ട് ഡു എനിത്തിങ്, വി ലെറ്റ് ദ നാച്ചുറൽ പ്രോസസ് ഗോ അഹെഡ്. അവിടെ നമുക്ക് ബേസ് ക്യാമ്പിലാണെങ്കിലും വേറെ ഹയർ ക്യാമ്പ്സ് ആണെങ്കിലും കഴുകാൻ വെള്ളമില്ല, ടിഷ്യൂ പേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ. പീരിയഡ്സ് വന്നാൽ പാഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മെൻസ്ട്രുവൽ കപ്സോ ഡിസ്ക്സോ കഴുകാനുള്ള ഇതില്ല, ഒന്നുമില്ല. നമുക്ക് സാധാരണ പോലും കഴുകാനുള്ള ഒരു ഇത് അവിടെ ഇല്ല, ഫെസിലിറ്റി ഇല്ല. അപ്പോൾ പീരിയഡ്സ് വന്നാൽ നമ്മൾ വെറ്റ് വൈപ്സ് ഒക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് പാഡ് യൂസ് ചെയ്യും, പാഡ് കളയും. മുകളിലോട്ടാണെങ്കിൽ നമ്മൾ പാഡ് ഫുൾ താഴെ കൊണ്ടുവന്ന് താഴെ കളയണം. ആൻഡ് എനിക്ക് റൊട്ടേഷൻ, അതായത് നമ്മൾ ഒരു 20 days കഴിയുമ്പോഴാണ് ഒരു റൊട്ടേഷൻ വരുന്നത്. ആ റൊട്ടേഷൻ നമ്മൾ ക്യാമ്പ് 3 വരെ പോയി തിരിച്ചു വരും. അതിന് പോകുമ്പം എനിക്ക് പീരിയഡ്സ് ആയി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ പീരിയഡ്സ് ആയല്ലോ, ഇനിയിപ്പോൾ സബ്മിറ്റ് കഴിയുന്നവരെ മിക്കവാറും പീരിയഡ്സ് വരില്ലായിരിക്കും. പക്ഷെ സബ്മിറ്റിന് പോയി ക്യാമ്പ് 4 എത്തി. അവിടുന്ന് അതായത് ഇതൊരു 15 days കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും മുകളിലോട്ട് പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പം വന്നു കഴിഞ്ഞതല്ലേ, എന്തായാലും വരില്ല. ക്യാമ്പ് 4 എത്തിയിട്ട് അന്ന് ക്യാമ്പ് 3 കഴിഞ്ഞ് അവിടെ ഒന്ന് 2 hours റെസ്റ്റ് ചെയ്തു. ക്യാമ്പ് 4 സബ്മിറ്റിന് പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഞാൻ നമ്മൾ പി ബോട്ടിലാണ് പി ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ അത് ഫുൾ റെഡ് കളർ. നോക്കുമ്പോൾ പീരിയഡ്സ് ആണ്. ഒന്നും ചെയ്യാനില്ല. കൂടെയുള്ള സ്ത്രീകളുടെ അടുത്തൊക്കെ ചോദിച്ചു പാഡ് ഉണ്ടോ, ആരെടുത്തും ഇല്ല. എല്ലാവരുടെയും പീരിയഡ്സ് കഴിഞ്ഞാൽ അവർ ഇതായിട്ടാണ് പോയത്. നമ്മളെല്ലാവരും വിചാരിച്ചത് അങ്ങനെയാ. പിന്നെ ഞാൻ വിചാരിച്ചു 4 ലെയർ ക്ലോത്ത്സ് ഉണ്ട്, എല്ലാം ഇങ്ങനെ തടിച്ച സാധനങ്ങളാണ്. അപ്പൊ എന്തായാലും പുറത്തേക്കൊന്നും എത്തൂലായിരിക്കും വിചാരിച്ചു അങ്ങനെ അങ്ങ് പോയി, പാഡ് ഒന്നും ഇല്ലാതെ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പാഡ് കിട്ടുന്നത് തിരിച്ച് ക്യാമ്പ് 2 എത്തിയപ്പോൾ. നോർമലി ഞാൻ മാത്രമല്ല, എനിക്ക് അറിയുന്ന ഒരുപാട് പേര് പീരിയഡ്സ് വരുമ്പോൾ ജിമ്മിന് വരെ പോകില്ല. കാരണം നമുക്ക് അത്രയും എഫേർട്ട് ഇടാൻ എക്സ്ട്രാ, നമുക്ക് ടയേർഡാണ്, നടുവേദന, വയറിൽ ക്രാംപ്സ്, ഇതൊക്കെ വെച്ചിട്ട് ജിമ്മ് പോലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. ഞാൻ 30 മണിക്കൂർ നിർത്താതെ ഈ ഒരു എന്താ പറയുക ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട് ചെയ്യുന്ന പോലെയാണ് നമ്മളുടെ ഇത്. കാരണം നമ്മൾ ഹാർട്ട് 120, 145 ആ ഒരു റേഞ്ചിലാണ് എപ്പോഴും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 30 hours ഓഫ് നോൺ സ്റ്റോപ്പ് ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട് ചെയ്യുന്ന ഈ ഒരു ഫീലിംഗിൽ അത് പീരിയഡ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. സബ്മിറ്റ് എത്തിയതും തിരിച്ചിറങ്ങിയതും എല്ലാം. സോ അതൊക്കെ ശരിക്കും നമുക്ക് വിചാരിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് ഇപ്പം ഞാൻ ജിമ്മിനൊക്കെ പോകുമ്പോൾ പീരിയഡ്സ് ആദ്യത്തെ ദിവസം പോകുമ്പോൾ എനിക്ക് വീണ്ടും പീരിയഡ്സ് ആയിട്ട് ഞാൻ അയാളുടെ അടുത്ത് പറയാൻ പോകും ഇന്നധികം ചെയ്യിക്കല്ലേ എന്ന് പറയാൻ പോവായിരുന്നു. അപ്പോഴേ ഞാൻ ഓർത്തത് ജസ്റ്റ് എക്സാക്ട്ലി 1 month ago ഞാൻ സബ്മിറ്റിൽ പോയത് ഈ ഒരു ഇതും വെച്ചിട്ട്. പിന്നെ ഞാൻ എന്ത് എക്സ്ക്യൂസിലാണ് ഇന്ന് ചെയ്യാതിരിക്കുന്നതും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊരു കാര്യം ഞാൻ കണ്ടത്, വിമൺ ആർ മോർ സ്ട്രോങ് ദാൻ മെൻ. ഞങ്ങൾ ഓരോ ക്യാമ്പിലെത്തുമ്പോഴും ഈ ഒരു 10 hours ട്രെക്ക് ചെയ്ത് അടുത്ത ക്യാമ്പിലെത്തുമ്പോൾ ഞങ്ങളുടെ കൂടെ ടീമിലുണ്ടായിരുന്ന ആണുങ്ങളൊക്കെ ഇങ്ങനെ ടെന്റിൽ ഇങ്ങനെ ചത്ത പോലെ കിടക്കുമായിരുന്നു. പെണ്ണുങ്ങളൊക്കെ ഒരു പ്രശ്നമില്ലാതെ ചുരുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുമായിരുന്നു. സോ
നമ്മൾ ശരിക്കും മെന്റലിയും ഫിസിക്കലിയും നമ്മൾ സ്ട്രോങ്ങർ ആണ്, ഈ പറയുന്ന പോലെ ഒന്നല്ല. അപ്പൊ നമ്മളോട് ഇത്രയും നേരം വളരെ മോട്ടിവേറ്റഡ് ആയി സംസാരിച്ച സഫ്രീന ലത്തീഫ്, ആദ്യത്തെ മലയാളി എവറസ്റ്റ് കീഴടക്കിയ, വളരെയധികം സന്തോഷം നമ്മളോട് സംസാരിച്ചത്. താങ്ക് യു. താങ്ക് യു.